കർത്താവ് സ്തോത്രം ചെയ്യുന്നു. മുഴുവൻ മഹത്വവും ഞാൻ ദൈവത്തിന് അർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുമടയ്ക്കാം. ഒരു നിമിഷം സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാമോ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ സംസാരിക്കുവാൻ, വചനത്തിന്റെ വെളിപ്പാടുകൾ കർത്താവ് നമുക്ക് വേണ്ടി തുറക്കുവാൻ ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. അല്പസമയം സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാമോ? ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളെ സ്പർശിക്കട്ടെ. Glory to God, 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 glory to God. വചനത്തിന്റെ വെളിപ്പാടുകൾ കർത്താവ് തുറക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഏതാത്മാവിലാണോ ദൈവത്തിന്റെ വചനം എഴുതി അതേ ആത്മാവിൽ വചനത്തിന്റെ പൊരുളുകൾ കർത്താവ് നമുക്ക് വേണ്ടി തുറക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. റമീഷ ഖാലബാന തൂര ഖാലമ ഷഖേരി മാറ്റ മസിയ രക്തം ചെയ്യും രക്തം ചെയ്യും രക്തം ചെയ്യും രക്തം ചെയ്യും രക്തം ചെയ്യും. ഓ ശാലബാന മസിയ. ദേഹം മണ്ണിൽ ഉപേക്ഷിച്ചു പ്രാണൻ പ്രിയനിൽ ചേരുമ്പോ, ദേഹം മണ്ണിൽ ഉപേക്ഷിച്ചു പ്രാണൻ പ്രിയനിൽ ചേരുമ്പോ, ഗോളാതരങ്ങൾ താണ്ടിടും യാത്രയിലും പ്രിയൻ തുണ. ഗോളാതരങ്ങൾ താണ്ടിടും യാത്രയിലും പ്രിയൻ തുണ. കാണും മാറുകരയിൽ ഞാൻ വീണ്ടെടുത്തോരൻ സംഘത്തെ, എന്നെ കാത്തു നിൽക്കും സംഘത്തെ. കാണും മാറുകരയിൽ ഞാൻ വീണ്ടെടുത്തോരൻ സംഘത്തെ, എന്നെ കാത്തു നിൽക്കും സംഘത്തെ. പാരി പാർക്കും നല്ലായുസി ഭാരങ്ങളധികം വേണ്ടി നീ കാരീരും ബാണിയേറ്റവൻ ഭാരങ്ങൾ വാഹിച്ചിടും. കാരീരും ബാണിയേറ്റവൻ ഭാരങ്ങൾ വാഹിച്ചിടും. ഞാനെൻ പാദങ്ങൾ വച്ചിടും നീ പോകാത്ത പാറമേ, എനിക്കായി പിളർന്ന പാറമേ. ഞാനെൻ പാദങ്ങൾ വച്ചിടും നീ പോകാത്ത പാറമേ, ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഈ നല്ല സന്ധ്യയ്ക്കായി സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യത്തിൽ ഉള്ളതിനായി സ്തോത്രം. ഞങ്ങളോട് സംസാരിക്കും, വചനത്തിന്റെ വെളിപ്പാടുകൾ തുറക്കും, മഹത്വം അങ്ങെടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്കായിട്ട് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 41-ഉം 42-ഉം വാക്യങ്ങൾ. 41-ഉം 42 വാക്യങ്ങൾ. അടുത്ത വാക്യം കൂടെ. ആ കല്ലറ സമീപമാകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 41-ഉം 42-ഉം വാക്യങ്ങളാണ് ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്കായി നമ്മൾ വായിച്ചു കേട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ 4 എഴുത്തുകാരാൽ സുവിശേഷം എഴുതിയിട്ടുണ്ട്: മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. സ്തോത്രം.
എന്നാൽ മത്തായി, മർക്കോസ്, ലൂക്കോസ് ആദ്യത്തെ 3 സുവിശേഷങ്ങൾ നമുക്കറിയാം സമഭീഷണ സുവിശേഷമാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം വ്യത്യസ്തമായി വേറിട്ട് നിൽക്കുന്ന സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത യേശുക്രിസ്തുവിനെ ദൈവത്തിന്റെ പുത്രനായിട്ട് വെളിപ്പെടുത്തുന്ന സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ തന്റെ എഴുത്തുകാരന്റെ പേര് പോലും യോഹന്നാൻ എഴുതിയിട്ടില്ല. എഴുത്തുകാരന്റെ പേര് എഴുതേണ്ട സ്ഥലത്തൊക്കെ യേശു സ്നേഹിച്ച ശിഷ്യനെന്നും യേശുവിന്റെ മാർവോട് ചാരി കടന്ന ശിഷ്യനെന്നൊക്കെ തന്നെ തന്നെ വെളിപ്പെടുത്തി സ്തോത്രം യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതുമ്പോൾ അതിന്റെ 41 42 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചത്, യേശുവിനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടം, ആ തോട്ടത്തിൽ മുമ്പേ ആരെയും വെച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. ആ കല്ലറ സമീപമാകൊണ്ട് യേശുവിന്റെ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിന്റെ ശരീരം ആ കല്ലറക്കകത്ത് വെച്ചു. മറ്റ് 3 സുവിശേഷത്തെ അപേക്ഷിച്ച് വ്യത്യസ്തമായി യേശു കർത്താവിന്റെ ക്രൂശ് മരണം വളരെ ആഴമായിട്ട് വെളിപ്പെടുത്തുന്ന സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. മർക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, യേശു കർത്താവ് അലറി വിളിച്ചു തന്റെ പ്രാണനെ വിട്ടെന്ന് മർക്കോസ് എഴുതുമ്പോൾ വിശുദ്ധ യോഹന്നാൻ എഴുതിയിരിക്കുന്നത് അങ്ങനെയല്ല. യേശു കർത്താവ് സകലവും നിവൃത്തി ആയെന്ന് പറഞ്ഞ് തന്റെ പ്രാണനെ ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിക്കുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു സംഭവം തന്നെ 2 എഴുത്തുകാർ എഴുതുമ്പോൾ 2 പേരും വ്യത്യസ്തമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. മർക്കോസ് പറയുന്നു യേശു കർത്താവ് അലറി വിളിച്ചു പ്രാണനെ വിട്ടു. എന്നാൽ യോഹന്നാൻ പറയുന്നു അങ്ങനെയല്ല, യേശു കർത്താവ് സകലവും നിവൃത്തി ആയെന്ന് പറഞ്ഞ് തന്റെ പ്രാണനെ ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചു. എന്തുകൊണ്ടാണ് 2 പേരും വ്യത്യസ്തമായിട്ട് എഴുതിയിരിക്കുന്നത്? മർക്കോസിന്റെ സുവിശേഷം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യേശുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി പിടിച്ചുകൊണ്ടു പോകുമ്പോൾ റോമൻ പടയാളികളെ പേടിച്ച്, യഹൂദന്മാരെ പേടിച്ച്, മഹാപുരോഹിതന്മാരെ പേടിച്ച് യേശുവിനെ അനുഗമിക്കുന്ന കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒത്തിരി ദൂരെ നിന്നുകൊണ്ട് യേശുവിന്റെ ക്രൂശ് മരണം കാണുവാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, മർക്കോസ് യേശുവിന്റെ ക്രൂശ് മരണം കണ്ടത് ഒത്തിരി ദൂരെ നിന്നുകൊണ്ടാണ് യേശുവിന്റെ ക്രൂശ് മരണം കണ്ടത്. ഒത്തിരി ദൂരെ നിൽക്കുന്ന മർക്കോസ് കേട്ടത് യേശു അലറി വിളിക്കുന്ന ശബ്ദമാണെങ്കിൽ, വിശുദ്ധ യോഹന്നാൻ യേശുവിന്റെ ക്രൂശ് മരണം കണ്ടത് തന്റെ ക്രൂശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ടായിരുന്നു. ശുത്രം ദൂരെ നിൽക്കുന്ന മർക്കോസിന് ഇത് അലറി വിളിക്കുന്ന ശബ്ദം പോലെ തോന്നിയപ്പോൾ ദൈവാത്മ പറയുന്നു, ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്നവനത്രേ ആ ശബ്ദം വ്യക്തമായി കേൾക്കുവാനിടയായി തീർന്നത്. ഇന്ന് രാത്രികൾ ദൈവാത്മ പറയുന്നു, എത്രത്തോളം നിങ്ങൾ യേശുവുമായിട്ട് നിങ്ങൾ അടുത്ത് നിൽക്കുന്നുവോ അത്രത്തോളം ദൈവത്തിന്റെ ശബ്ദം വ്യക്തമായി, ശബ്ദമല്ല വ്യക്തമായി നമുക്ക് കേൾക്കുവാൻ കഴിയും. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? പരിശുദ്ധാത്മ പറയുന്നു, ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്നവൻ മറ്റാരും കേൾക്കാത്ത ശബ്ദം കേട്ടു. യേശു കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ യേശുവിന്റെ 7 മൊഴികൾ അത് മറ്റാരും കേട്ടില്ല, അത് കേട്ടത് യോഹന്നാൻ മാത്രമായിരുന്നു. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ഇങ്ങനെ പ്രവചിക്കുന്നത്, മറ്റാരും കേൾക്കാത്ത ദൈവശബ്ദം, മറ്റാർക്കും കേൾക്കുവാൻ കഴിയാത്ത ദൈവശബ്ദം ഇന്ന് രാത്രിയിൽ നിങ്ങൾ കേൾക്കുന്ന രാത്രിയാ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നിങ്ങൾ എത്രത്തോളം ക്രൂശിന്റെ അടുത്ത് നിൽക്കുമോ അത്രത്തോളം നിങ്ങൾക്ക് ആ ദൈവശബ്ദം കേൾക്കുവാനിടയായി വരും. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട് കേട്ടോ. യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ യേശുവിന്റെ അമ്മ മറിയ 33 വയസ്സ് പ്രായമുള്ള തന്റെ പൊന്നോമന പുത്രൻ ക്രൂശിൽ കടന്ന് ഇഞ്ചിഞ്ചായിട്ട് മരിക്കുമ്പോഴും ആ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരു മറിയെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിച്ചു, ഇത്ര തന്റെ ഇടത്തോടുകൂടെ, ഇത്ര ധൈര്യത്തോടുകൂടെ എന്തുകൊണ്ടാണ് മറിയ ആ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുവാൻ ഇടയായി തീർന്നത്? വിശുദ്ധ വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഒരിക്കൽ ജോസഫ് ഒരു വെളിപ്പാട് കണ്ടു. ജോസഫ് കണ്ട വെളിപ്പാട് തന്റെ അപ്പനായിരിക്കുന്ന യാക്കോബിന് കൈമാറി. അപ്പാ, ഞാനൊരു വെളിപ്പാട് കണ്ടു കേട്ടോ, സൂര്യനും ചന്ദ്രനും നക്ഷത്രവും ഒക്കെ എന്നെ നമസ്കരിക്കുന്ന ഒരു ദർശനം ഞാൻ കണ്ടു. ബൈബിൾ ഇങ്ങനെ വായിക്കുന്നത്, അപ്പൻ ദർശനം യാക്കോബ് ജോസഫ് പറഞ്ഞത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നോക്കിക്കേ, മോൻ പറഞ്ഞ ആ കാര്യം അപ്പൻ ഹൃദയത്തിൽ സംഭവിക്കുമ്പോൾ മറിയയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. മറിയോട് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, കൃപ ലഭിച്ചു മറിയെ, നിനക്ക് വന്ദനം, നീ ഗർഭം ധരിച്ചു ഒരു മോനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കണം. അവിടെ ഇങ്ങനെ വായിക്കുന്നത്, മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അവിടെ കൊണ്ട് തീർന്നില്ല, അവൾ ധ്യാനിച്ചു കൊണ്ടിരുന്നു. കേട്ട ദൂത് ഹൃദയത്തിൽ സംഗ്രഹിക്കുക മാത്രമല്ല, അവൾ ധ്യാനിച്ചു കൊണ്ടിരുന്നു. സ്വത്രം കേട്ട ദൂത് ഹൃദയത്തിൽ സംഗ്രഹിച്ച യാക്കോബ് ജോസഫ് മരിച്ചെന്ന് കേട്ടപ്പോൾ താൻ ഒരു തളരോഗിയായി പോയി കട്ടിലിൽ തളർന്നു കിടക്കുമ്പോൾ മറിയ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ മറിയ പറയും, എനിക്കൊരു കാര്യം അറിയാം, ഈ ക്രൂശിൽ
കിടക്കുന്നത് ജോസഫിന്റെ മകനല്ല, ഈ ക്രൂശിൽ കിടക്കുന്നത് ദൈവത്തിന്റെ പുത്രന. ഞാൻ ഒരു ദൂത് കേട്ടിട്ടുണ്ട്, എനിക്കറിയാം ഇവൻ ക്രൂശ് കൊണ്ട് അവസാനിക്കത്തില്ല. ഞാൻ ചോദിച്ചു, മറിയേ ഇത്ര ധൈര്യത്തോടുകൂടെ ഇത്ര ധൈര്യത്തോടെ ഈ ക്രൂശിന്റെ ചുവട്ട് നിൽക്കാൻ കാര്യം എന്താ? മറിയ പറയും, എനിക്കറിയാം, ഞാനൊരു ദർശനം കണ്ടിട്ടുണ്ട്, ഞാനൊരു ശബ്ദം കേട്ടിട്ടുണ്ട്, ഞാൻ ആ ശബ്ദം ധ്യാനിക്കുന്നവളാ, എനിക്കറിയാം ക്രൂശ് കൊണ്ട് തീരത്തില്ല. ആമേൻ. യേശു ഇവിടുന്ന് പുറത്തു വരുവാനിടയായി തീരും. ഇന്ന് രാത്രിയിൽ ദൈവാത്മ പറയുന്നു, പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ വാഗ്ദത്തമൊക്കെ കേട്ടിട്ടും പ്രതികൂലങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ തളർന്നു പോകുന്നത്? കേട്ട വാഗ്ദത്തം നമ്മൾ ധ്യാനിക്കാത്തത് കൊണ്ട്. ഇന്ന് രാത്രിയിൽ മറിയെ പോലെ കേട്ട ദൂതുകൾ, ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്ന ഭക്തന്മാർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അവൻ യോഹന്നാൻ യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ അവൻ ദൈവത്തിന്റെ ശബ്ദം, ഹല്ലേലൂയ, യോഹന്നാനെ ഇതാ നിന്റെ അമ്മ, ഇവളെ കൂടെ വീട്ടിൽ കൈക്കൊള്ളണം. സ്തോത്രം. നോക്കിക്കേ, ഒരു വലിയ ദൗത്യമാണ് ദൈവം യോഹന്നാന് കൈമാറുവാൻ ഇടയായി തീർന്നത്. എനിക്ക് ആ വചനം പഠിച്ചപ്പോൾ മനസ്സിലായത്, യേശുവിന്റെ 11 ശിഷ്യന്മാരും രക്തസാക്ഷിയായിട്ടും യോഹന്നാൻ മാത്രം രക്തസാക്ഷിയായില്ല. യോഹന്നാൻ സാധാരണ പോലെ ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു. സ്തോത്രം. എന്തുകൊണ്ടാണ് യോഹന്നാൻ അവൻ ഒരു രക്തസാക്ഷിയായി തീരാഞ്ഞത് എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എന്നെ ദൈവാത്മ പഠിപ്പിച്ചു. സ്തോത്രം. അവൻ ഒരു മകന്റെ മരണം അവൻ ഈ അമ്മ കണ്ടതാ, അവൻ മറിയ കണ്ടതാ. ഇനിയും ഏൽപ്പിച്ചിരിക്കുന്നത് യോഹന്നാന്റെ കയ്യിലാ. ഞാൻ വിശ്വസിക്കുന്നു ഒരു വേദന കൂടെ താങ്ങാൻ ആ മറിയയ്ക്ക് കഴിയത്തില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും യോഹന്നാനെ മാത്രം ദൈവം മാറ്റി നിർത്തിയത്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് പറയാം, ദൈവം ചില ദൗത്യങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ പോലായിരിക്കത്തില്ല, നിങ്ങൾ വ്യത്യസ്തന്മാരായിരിക്കും. സ്തോത്രം. എത്ര ശ്രമിച്ചിട്ടും യോഹന്നാനെ കൊല്ലാൻ കഴിയുന്നില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ഡൊമീഷ്യൻ ചക്രവർത്തി യോഹന്നാനെ പത്മോസിലേക്ക് നാടുകടത്തി, അല്ലെ? എവിടേക്ക് നാടുകടത്തി? പത്മോസിലേക്ക് നാടുകടത്തി. ഈജിയം കടലിന് നടുക്കുള്ള പത്മോസിലേക്ക് യോഹന്നാനെ നാടുകടത്തി. യോഹന്നാനെ നാടുകടത്തിയ ഡൊമീഷ്യൻ ചക്രവർത്തി യോഹന്നാനെ നാടുകടത്തിയതിന്റെ 6ാമത്തെ മാസം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ 8 മാസം ദൈവം യോഹന്നാനെ പത്മോസിൽ പരിപാലിച്ചു. ഇന്ന് രാത്രിയിൽ പരിശുദ്ധ ദൂത് പറയുന്നു, നിന്റെ തകർച്ച കാണാൻ നോക്കുന്നവർ തകരും, എന്നാൽ നിന്റെ തകർച്ച കാണാൻ നോക്കുന്നവർ മുമ്പിൽ ദൈവം നിന്നെ വളർത്തും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ ശുശ്രൂഷ തകർന്നു കാണുവാൻ നോക്കുന്നവർ നിൽക്കെ ദൈവം നിങ്ങളെ വളർത്തുമെന്ന് വിശ്വസിക്കുന്നവർ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. നമുക്കറിയാം പത്മോസിനെ പറ്റി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, അല്ലെ? പത്മോസിനെ പറ്റി കേട്ടിട്ടുണ്ട്. പത്മോസ്, അല്ലെ? എന്താ പത്മോസിന്റെ പ്രത്യേകത? പത്മോസിൽ എന്തൊക്കെയുണ്ട്? ഹലോ, പത്മോസിൽ എന്തൊക്കെയുണ്ട്? കേട്ടിട്ടില്ലേ പത്മോസിനെ പറ്റി? ഒന്ന് പറ, എന്തെങ്കിലുമൊക്കെ പറ. ഏകാന്തത, കഴുകന്മാർ, വേറെ ഉണ്ട്? ഒന്ന് പറ. ഓ, നിങ്ങൾ ആരും ഒരു സന്തോഷമില്ലേ? അസ്ഥികൂടങ്ങൾ ഉണ്ടോ? അച്ഛാ, കഴുകന്മാരുണ്ടോ അവിടെ? ഏകാന്തത ഉണ്ടോ? ആരാ പറഞ്ഞുകൊണ്ടെന്ന്? ആരാ പത്മോസിൽ പോയേ? പത്മോസിൽ പോയതാരാ? യോഹന്നാൻ പറഞ്ഞോ? 8 മാസം യോഹന്നാൻ പത്മോസിൽ ഉണ്ടായിരുന്നു. 22 അധ്യായങ്ങൾ എഴുതി ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ചു, ഞാൻ പത്മോസിലായിരുന്നു. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ആദ്യത്തെ 6 അധ്യായം നമ്മുടെ ചരിത്രം എഴുതിയാൻ, അല്ലേ? 8 മാസം പത്മോസിൽ കിടന്നിട്ടും ഇഷ്ടത്വം 22 അധ്യായം എഴുതിയിട്ടും യോഹന്നാൻ ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ചു, ഞാൻ പത്മോസിലായിരുന്നു. സത്യത്തിൽ പത്മോസിൽ കഴുകന്മാരുണ്ട്, ഏകാന്തതയുണ്ട്, അസ്ഥിയുണ്ട്, ഒക്കെ ശരിയാ. പക്ഷെ ഇതൊക്കെ യോഹന്നാൻ പറഞ്ഞോ? യോഹന്നാൻ പറഞ്ഞില്ല. നമ്മളൊക്കെ പറയാറുണ്ട്, അല്ലെ? വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാരുണ്ടെന്നും കഴുകന്റെ ചുണ്ടുകളും കഴുകന്റെ കണ്ണുകളും ഒക്കെ നമ്മൾ വർണ്ണിക്കുമ്പോൾ ഇതൊക്കെ സത്യമാണ്. പക്ഷേ ഇതൊന്നും യോഹന്നാൻ പറഞ്ഞില്ല. എന്താ യോഹന്നാൻ പറയാനത്? ഒറ്റ കാര്യമേ ഉള്ളൂ, യോഹന്നാൻ ആത്മാവിനകത്താ. കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ ആത്മാവിനകത്തായി. ഇഷ്ടം. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നത്, ആത്മാവിനകത്ത് നിൽക്കുന്ന യോഹന്നാൻ കണ്ടത് പറക്കുന്ന കഴുകന്റെ മാർവിടമല്ല, യോഹന്നാൻ കണ്ടത് യേശുവിന്റെ മാർവിടമാ. മഹത്വത്തിനകത്ത് നിൽക്കുന്ന യോഹന്നാൻ കണ്ടത് തന്നെ കൊത്തിപ്പറിക്കുവാൻ വരുന്ന കഴുകന്റെ നഖങ്ങളല്ല, കഴുകന്റെ ചുണ്ടുകളല്ല കണ്ടത്. യോഹന്നാൻ കണ്ടത് യേശുവിന്റെ കണ്ണുകളാ കണ്ടത്. ഹല്ലേലൂയ. യോഹന്നാൻ കണ്ടത് ചിതറിക്കിടക്കുന്ന അസ്ഥികഷണങ്ങളല്ല, യോഹന്നാൻ കണ്ടത് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി. ഓ, നിങ്ങൾ എന്റെ കൂടില്ല, വെള്ളോട് സദൃശമുള്ള പാദമുള്ളവനെ പോലെ, അഗ്നിച്ചാല പോലെ തിളങ്ങുന്ന കല്ലുണ്ണവനെ പോലെ 7 നിലവിളക്കിന്റെ നടുവിൽ ഉലാവുന്ന ദൈവത്തിയ ക്രിസ്തുവിനെയാ യോഹന്നാൻ കണ്ടത്. ഇന്ന് രാത്രിയിൽ ദൈവാത്മ പറയുന്നു, എന്താണ് ക്രിസ്തീയ ജീവിതം? പ്രതികൂലത്തിനകത്തും പ്രതിസന്ധിക്കകത്തും പ്രതികൂലങ്ങളെ കാണുന്നതല്ല ക്രിസ്തീയ ജീവിതം, മറിച്ച് പ്രതിസന്ധികൾക്കകത്തും ക്രിസ്തുവിന്റെ വെളിപ്പാടുകൾ കാണുന്നതാ ക്രിസ്തീയ ജീവിതം. അത് കാണുന്ന ഭക്തന്മാർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാ.
സ്തോത്രം. നോക്കിക്കേ, ഞാൻ രണ്ടുപേരെ പരിചയപ്പെടുത്താം. ഒന്ന് മഹത്വത്തിനകത്ത് നിൽക്കുന്ന യോഹന്നാൻ കണ്ടത് യേശുവിന്റെ കണ്ണുകളാ. എന്നാൽ മഹത്വത്തിന് പുറത്തേക്ക് ഞങ്ങൾ പാസ്റ്റർമാർ കണ്ടത് കഴുകന്റെ മറുപടി, കഴുകന്റെ ചുണ്ടുകളുമാ. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ദൂത് പറയുന്നു, ഗ്ലോറിക്കകത്ത് കയറിയാൽ, മഹത്വത്തിനകത്ത് കയറിയാൽ, എന്റെ കൂടെ വന്നില്ല, ഞാൻ വീണ്ടും ആവർത്തിക്കാം, മഹത്വത്തിനകത്ത് കയറിയാൽ നിങ്ങൾ കാണാൻ പോകുന്നത് പ്രതിസന്ധികളല്ല കാണാൻ പോകുന്നത്. നിങ്ങളെ കൊത്തിപ്പറിക്കുവാൻ വരുന്ന കഴുകന്റെ ചുണ്ടുകളോ കഴുകന്റെ നഖങ്ങളല്ല നിങ്ങൾ കാണാൻ പോകുന്നത്. അവിടെയും നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിന്റെ കരമായിരിക്കും. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ആ ദൈവത്തിന്റെ ആരാധന കൊടുക്കട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവാത്മ പറയുന്നു, പ്രതിസന്ധികൾക്കകത്തു ദൈവത്തെ കാണുന്ന, യേശുവിനെ കാണുന്ന, പ്രതികൂലത്തിനകത്തു ദൈവത്തിന്റെ മഹത്വം കാണുന്ന ഒരു ജനറേഷൻ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. കുഞ്ഞെ, പ്രതികൂലങ്ങൾ കണ്ടത് മതിയെന്നേ, പ്രതിസന്ധികൾ കണ്ടത് മതിയെന്നേ. ഇന്ന് രാത്രിയിൽ ദൈവാത്മ പറയുന്നു, നിങ്ങൾ കാണാൻ പോകുന്നത് പ്രതികൂലങ്ങളല്ല, നിങ്ങൾ കാണാൻ പോകുന്നത് ദൈവത്തിന്റെ മഹത്വമത്രേ. യേശു കർത്താവ് വെള്ളത്തിൽ കൂടെ നടക്കുന്നത് കണ്ടപ്പോൾ പത്രോസിന് ആഗ്രഹം, ഗുരു നീ ആണെങ്കിൽ ഞാനും വരാൻ പോവാ. യേശു പറഞ്ഞു, മോനെ വരാൻ പറഞ്ഞു. സ്വത്രം. പത്രോസ് വെള്ളത്തിൽ കൂടെ നടക്കുവാൻ തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ നമ്മൾ വചനത്തിൽ വായിക്കുന്നു, കാറ്റ് കണ്ട് അവൻ പത്രോസ് ഭയപ്പെട്ടു പോയി, അല്ലെ? പത്രോസ് വെള്ളത്തിലേക്ക് താണുപോയി. അവൻ എന്റെ കൊച്ചു ചിന്ത, ഇപ്പോൾ പത്രോസിന്റെ കൈ മാത്രമേ വെള്ളത്തിന്റെ മുകളിലുള്ളൂ. യേശു വന്നിട്ട് അവന്റെ കരത്തിൽ പിടിച്ച് പൊക്കിയെടുത്തു. രക്തത്താഴ്ചകം പൊക്കിയെടുത്തിട്ട് അവൻ തന്റെ കൂടെ ചേർത്ത് നിർത്തിയിട്ട് ഇപ്പോൾ യേശുവും പത്രോസും ഒന്നിച്ച് നടക്കുക. പരിശുദ്ധാത്മാവ് ഇങ്ങനെയാ പറയുന്നത്, അല്പം മുമ്പ് ഈ തിരമാല പത്രോസിന്റെ തലയ്ക്ക് മുകളിലായിരുന്നു. എന്റെ കൂടെ നിങ്ങൾ വന്നില്ല. അല്പം മുമ്പ് ഈ പ്രതികൂലം പത്രോസിന്റെ തലയ്ക്ക് മുകളിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പ്രതികൂലം പത്രോസിന്റെ തലയ്ക്ക് മുകളിലല്ല, പത്രോസിന്റെ കാലിന്റെ അടിയില. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് പറയുന്നു, കഴിഞ്ഞ ദിവസം പറയൂ, നിന്റെ തലയ്ക്ക് മുകളിൽ പൊങ്ങി നിന്ന ചില പ്രതിസന്ധികൾ ദൈവം നിന്റെ കാൽ ചുവട്ടിലാക്കുന്ന രാത്രിയാ. ഇപ്പോൾ പത്രോസ് ആ തിരമാലയ്ക്ക് മുകളിൽ കൂടെ ചവിട്ടി അല്പം മുമ്പ് തന്നെ മൂക്കിക്കളയുമെന്ന്, തന്നെ കൊന്നുകളയുമെന്ന് വെല്ലുവിളിച്ച തിരമാലയ്ക്ക് മുകളിൽ കൂടെ ചവിട്ടി നടക്കുമ്പോൾ എന്റെ ചോദ്യം, പത്രോസേ, ഈ പ്രതിസന്ധിയെ എങ്ങനെയാ നിന്റെ കാലിന്റെ കീഴിലാക്കി മാറ്റി? പത്രോസ് പറയൂ, യേശുവിന്റെ കയ്യിൽ പിടിച്ചപ്പോ, യേശുവിനെ ചേർത്ത് പിടിച്ചപ്പോ പ്രതികൂലങ്ങൾ എന്റെ തലയ്ക്ക് മുകളിലല്ല, പ്രതികൂലം എന്റെ കാലിന്റെ അടിയില. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് പറയുന്നു, യേശു നിന്നെ ചേർത്ത് പിടിച്ചാൽ, ഇന്ന് രാത്രിയിൽ യേശു ചിലരെ തൊടുക. യേശുവിന്റെ കരം ചിലരെ തൊടുന്നു. യേശുവിന്റെ കരം നിന്നെ തൊടുകയാ. അവൻ നിന്നെ മുക്കി കളയുവാൻ നോക്കിയ പ്രതിസന്ധിക്ക് മുകളിൽ കൂടെ നടന്ന് നീങ്ങാൻ ഇന്ന് രാത്രിയിൽ ഒരഭിഷേകം. Rabalabana Katalaba Tagaya Ram Shelkamana Teberia Lobra Cantilimo Shalabayante Labra Cantelemia Shakalamana Telea Romaya Shakelabana Telabaya Telea Rictum Wachanam Chaya. യേശുവിനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടം, ആ തോട്ടത്തിൽ മുമ്പേ ആരെയും വെച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. ഈ കല്ലറ ആരുടെ കല്ലറയാണ്? ഇത് അരിമത്യക്കാരനായ ജോസഫിന്റെ കല്ലറ. ശത്രു അരിമത്യ എന്ന് പറയുന്നത് ഗോൽഗോഥയിൽ നിന്നും 16 മൈൽ പടിഞ്ഞാറ് മാറിയുള്ള ഒരു കൊച്ചു പട്ടണമാണ് അരിമത്യ. ശത്രു അരിമത്തിൽ കിടക്കുന്ന ജോസഫിന് ഒരു ആഗ്രഹം, എനിക്കൊരു കല്ലറ മേടിക്കണം. ശത്രു ഒരു കല്ലറ മേടിക്കുവാൻ വേണ്ടി ജോസഫ് കല്ലറ മേടിക്കുവാൻ വേണ്ടി നടന്ന് വന്നെത്തിയത് ആരും ഒരിക്കലും ചെന്നെത്താത്ത ഗോൽഗോത്തക്കടുക്കൽ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് പറയുന്നു, സ്തോത്രം, ആരും ഒരിക്കലും എത്തിപ്പെടാത്ത ഗോൽഗോത്തക്കടുക്ക് വന്നിട്ട് ജോസഫ് ഒരു കല്ലറ മേടിക്കുമ്പോൾ അതിന്റെ പിന്നിലെ ഉദ്ദേശം ജോസഫിന് അറിയത്തില്ലായിരുന്നു. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് പറയുന്നു, ദൈവം നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ കല്ലറ ജോസഫ് മേടിച്ചപ്പോൾ ജോസഫ് അറിഞ്ഞില്ല ഇതിന്റെ പിന്നിലെ ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് ജോസഫ് അറിഞ്ഞില്ല. എന്നാൽ പിന്നത്തെ ജോസഫിന് മനസ്സിലായി ഇതിന് പിന്നിൽ ഒരു ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിരുന്നു.
എന്താണ് ഗൊൽഗോത്ത? രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നവരെ ക്രൂശിൽ തറച്ചു കൊല്ലുന്ന സ്ഥലമാണ് ഗൊൽഗോത്ത. സ്തോത്രം. ഒരുവനെ ക്രൂശിൽ തറച്ചു കൊല്ലണമെങ്കിൽ അവൻ രാജ്യദ്രോഹ കുറ്റം ചെയ്തവനായിരിക്കണം. സ്തോത്രം. കാര്യം അത്രത്തോളം വേദനാകരമായിരിക്കുന്ന മരണമാണ് ക്രൂശ് മരണം എന്ന് പറയുന്നത്. യഹൂദന്മാർ യേശുമേൽ ചുമത്തിയ കുറ്റം എന്ന് പറയുന്നത് മതപരമായിരിക്കുന്ന കുറ്റം. അവർ പറയുന്നു, മോശ ഞങ്ങൾക്ക് തന്ന ന്യായ പ്രമാണത്തെ ഇവൻ മറിച്ചു കളയുന്നു, ഇവൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് പറയുന്നു, ഇവൻ ദൈവമാണെന്ന് അവകാശപ്പെടുന്നു. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ മതപരമായിരിക്കുന്ന കുറ്റം ചെയ്യുന്നവനെ കല്ല് എറിഞ്ഞു കൊല്ലണം എന്ന നയപ്രമാണം പഠിപ്പിക്കുന്നത്. എന്നാൽ യേശു കർത്താവ് ജനിക്കുന്ന 2000 വർഷങ്ങൾക്ക് മുമ്പ് മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നിരിക്കുന്ന പോലെ യേശു ഒരു ശാപമായി മാറണം, യേശു മരത്തിന്മേൽ തൂങ്ങണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാകയാൽ രാജ്യദ്രോഹ കുറ്റം ചുമത്താത്ത യേശുവിന് മേൽ അവർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി. അവർ പറയുന്നു, കൈസർ അല്ലാതെ ഞങ്ങൾക്കൊരു രാജാവില്ല, ഇവൻ രാജാവാകുന്നു എന്ന് അവകാശപ്പെടുന്നു, അതുകൊണ്ട് ഇവന് മേൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തണം. ദൈവത്തിന്റെ വചനം പറയുന്നു, രാജ്യദ്രോഹ കുറ്റം ചെയ്യാത്ത യേശുവിന്റെ മേൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് യേശുവിനെ അവർ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തത്. അമ്മേ, ക്രൂശുമരണം അത് വളരെ വേദനാകരമായിരിക്കുന്ന മരണമാണ്. നമുക്കറിയാം, മരത്തിന്മേൽ തൂങ്ങുന്നവൻ ആരാണ്? ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ യേശു നമുക്ക് വേണ്ടി ആരായി മാറി? ശവമായി മാറി. അമ്മേൻ. അവൻ കൈപ്പുള്ള മറയിലേക്ക്, സ്തോത്രം, ആ കൊമ്പ് വന്ന് വീണപ്പോൾ, ആ മരത്തിന്റെ കൊമ്പ് വന്ന് വീണപ്പോൾ കൈപ്പുള്ള ആ മാറയുടെ കൈപ്പ് ആ കൊമ്പ് വലിച്ചെടുത്തതുപോലെ, ആ വെള്ളം മധുരമാക്കി മാറ്റിയതുപോലെ നമ്മുടെ ശാപങ്ങളെ മാറ്റാൻ യേശു നമുക്ക് വേണ്ടി ശാപമായി മാറി. എത്ര സന്തോഷമുണ്ട്! യേശു ആരായി മാറി? ശാപമായി മാറി. നമുക്കറിയാം, ക്രൂശമരണത്തിൽ 2 കാര്യമാണ് സംഭവിച്ചത്. ഒന്ന് മനുഷ്യന്റെ ശാപം, 2 പാപം. അല്ലെ? മനുഷ്യന്റെ ശാപം, 2 പാപം. യേശു ശാപമായി മാറി, അതുകൊണ്ട് ശാപം എന്ത് ചെയ്തു? മാറി. 2 പാപം. അല്ലെ? പാപത്തിന് പരിഹാരം. ഞാൻ ചോദിക്കട്ടെ, നമുക്കിന്ന് പാപമുണ്ടോ? നമുക്ക് പാപമുണ്ടോ? നിങ്ങൾക്ക് പാപമുണ്ടോ? എന്റെ കൂടെ ഇല്ല. യോഹന്നാൻ പറയുന്നു, നിങ്ങളിൽ പാപമില്ലെന്ന് പറയുന്നവൻ കള്ളനാകുന്നു. അല്ലേ? അപ്പൊ ക്രൂശമരണത്തിൽ യേശുവിന്റെ ക്രൂശമരണത്തിൽ പാപം മാറിയില്ലേ? പാപം മാറിയോ? ഇന്ന് പാപമില്ലേ? പാപമുണ്ട്. പാപമുണ്ടോ? പാപമുണ്ട്. എന്തുകൊണ്ടാ പാപം മാറാഞ്ഞത്? ഒന്ന്, യേശു മരത്തിന്മേൽ തൂങ്ങിയപ്പോൾ യേശു ആരായി മാറി? ശപിക്കപ്പെട്ടവനായി മാറി. യേശു ശാപമായി മാറിയത് കൊണ്ട് നമ്മുടെ ശാപം എന്ത് ചെയ്തു? മാറി. 2 പാപം. ശ്രദ്ധിക്കണം, പാപത്തിന് 2 ഘടകമുണ്ട്. ഒന്ന് പാപത്തിന്റെ കുറ്റം, 2 പാപത്തിന്റെ ശിക്ഷ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന പക്ഷെ ഞാൻ പറയാം. നമുക്കറിയാം, കഷായം ഗ്രീഷ്മ, അല്ലെ? കഷായം ഗ്രീഷ്മ, സ്തോത്രം, ഒരു മോനെ കഷായം കൊടുത്ത് കൊന്നു. സ്തോത്രം. പോലീസ് കേസ് അന്വേഷിച്ചു, കോടതിയിൽ കേസ് വന്നു. സ്തോത്രം. അവൾ കുറ്റക്കാരിയാണെന്ന് സമ്മതിച്ചു ഗ്രീഷ്മ. കുറ്റം സമ്മതിച്ചു, അല്ലെ? കുറ്റം സമ്മതിച്ചപ്പോൾ ജഡ്ജി പറഞ്ഞു, സ്തോത്രം, ഗ്രീഷ്മ കുറ്റക്കാരിയാണ്. ജഡ്ജി പറയുന്നു, 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും കോടതി കൂടും, അന്ന് ശിക്ഷ വിധിക്കും. അപ്പൊ കുറ്റം വേറെ, ശിക്ഷ വേറെ, അല്ലെ? കോർട്ട് പറഞ്ഞു, ജഡ്ജി പറഞ്ഞു, ഇവൾ കുറ്റക്കാരി ആയതുകൊണ്ട് ഇവളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു. അപ്പൊ കുറ്റം ഏറ്റെടുത്തപ്പോൾ ഗ്രീഷ്മ ആരായി മാറി? കുറ്റക്കാരിയായി. അവൾ ചെയ്ത കുറ്റത്തിന്റെ ശിക്ഷയാണ് മരണം, അല്ലെ? അതാ ബൈബിൾ പറയുന്നത്, പാപത്തിന്റെ ശമ്പളം മരണം. പാപത്തിന്റെ ശമ്പളം മരണം. ശത്രം. നോക്കിക്കേ, അപ്പൊ പാപത്തിന് 2 ഘടകമുണ്ട്. ഒന്ന് പാപത്തിന്റെ കുറ്റം, 2 പാപത്തിന്റെ ശിക്ഷ. കേട്ടോ, നമ്മുടെ യേശു നമ്മുടെ പാപത്തിന്റെ കുറ്റമേറ്റെടുത്തിട്ടില്ല. ഗ്രീഷ്മ കുറ്റമേറ്റെടുത്തപ്പോൾ ഗ്രീഷ്മ ആരായി മാറി? കുറ്റക്കാരിയായി മാറി. നമ്മുടെ പാപത്തിന്റെ കുറ്റം യേശു ഏറ്റെടുത്താൽ യേശു ആരായനെ? പാപിയായനെ. യേശു ശാപമായില്ലേ? എന്നാൽ നമ്മുടെ പാപത്തിന്റെ കുറ്റം യേശു ഏറ്റെടുത്താൽ യേശു ആരായി മാറും? യേശു പാപിയായി മാറും. അതുകൊണ്ട് യേശു പാപത്തിന്റെ കുറ്റം ഏറ്റെടുത്തില്ല, യേശു ഏറ്റെടുത്തത് പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തു. അതുകൊണ്ട് ബൈബിൾ പറയുന്നത്, പാപം ഒഴികെ, എന്റെ കൂടില്ല, പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു. ഞാൻ ചെയ്ത പാപം, ആ പാപത്തിന്റെ കുറ്റം നിമിത്തമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ശിക്ഷയുണ്ട്, മരണം. യേശു പറഞ്ഞു, മോനെ റെജി, നീ മരിക്കണ്ടടാ, നിനക്ക് പകരം ഞാൻ മരിക്കാം, നിന്റെ ശിക്ഷ ഞാൻ ഏറ്റെടുക്കാം. എന്റെ കൂടെ നിങ്ങൾ വന്നില്ല. അപ്പൊ ദൈവാത്മ പറയുന്നു, യേശു പാപത്തിന്റെ കുറ്റം ഏറ്റെടുക്കാത്തത് കൊണ്ട് ഇന്നും ഭൂമിയിൽ പാപമുണ്ട്. എന്നാൽ യേശു നമുക്ക് വേണ്ടി ശാപമായി മാറിയത് കൊണ്ട് നമ്മുടെ ശാപങ്ങൾ മാറി. ഇന്ന് രാത്രിയിൽ ഒരു പാരമ്പര്യ ശാപങ്ങൾക്ക് നിന്നെ തൊടാൻ കഴിയത്തില്ല, ഒരു പാരമ്പര്യ ശാപശക്തികൾക്ക് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. എന്തെങ്കിലും പാരമ്പര്യ ശക്തികൾ നിന്നെ പോരാടുന്നുണ്ട് എന്നൊരു ചിന്ത നിന്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ വെളിപ്പാട് പ്രാപിക്ക്. യേശു എനിക്ക് വേണ്ടി ശാപമായി മാറിയത് കൊണ്ട് എന്റെ ശാപങ്ങൾ മാറി, ഞാൻ വിമുക്തനായി മാറി. അപ്പൊ ഞാൻ ചെയ്ത പാപത്തിന്റെ കുറ്റനിമിത്തമായിട്ടുള്ള ശിക്ഷ എനിക്ക് പകരമായി യേശു ഏറ്റെടുത്തു. യേശു എനിക്ക് വേണ്ടി മരിച്ചു.
യേശു എനിക്ക് വേണ്ടി 2000 വർഷം മുമ്പ് യേശു എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കാം, ഞാൻ മരിക്കത്തില്ല. നിങ്ങൾ മരിക്കുവോ? നിങ്ങൾ വേണ്ടുന്നില്ല, മരിക്കോ നിങ്ങൾ? ഞാൻ മരിക്കത്തില്ല. അമ്മ ഞാൻ പ്രഖ്യാപിക്കാം, ഞാൻ മരിക്കത്തില്ല. നിങ്ങൾ മരിക്കുവോ? നിങ്ങൾ മിണ്ടുന്നില്ല, മരിക്കോ? നിങ്ങൾ മരിക്കത്തില്ല. നിങ്ങൾ മരിക്കത്തില്ലെന്നേ. ഓ, നിങ്ങൾക്ക് സന്തോഷമില്ല. നിങ്ങൾ മരിക്കത്തില്ലെന്നേ. ഹലോ, നിങ്ങൾ മരിക്കത്തില്ല. ഒന്ന് പറഞ്ഞേ, ഞാൻ മരിക്കത്തില്ല. പറഞ്ഞേ, മരിക്കുവോ? ഇല്ല. നമുക്കൊരു ഉറക്കമുണ്ട്, നമുക്കൊരു ഉറക്കമുണ്ട്, നമുക്ക് മരണമില്ല. എന്റെ കൂടെ നിങ്ങളില്ല. ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചു. ആമേൻ. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ യേശു തന്റെ മരണത്തെ നീക്കി ജീവപര്യന്ത മരണഭീതിയിൽ ആയിരുന്ന നമ്മയൊക്കെയും വിടുവിച്ചു. എന്റെ പ്രിയരെ, പിശാചിന്റെ അവസാനത്തെ നമ്പർ കൊന്നുകളയും, ഞാൻ നിന്നെ തട്ടിക്കളയും. ഇന്ന് രാത്രി പറ, പിശാച് നിന്റെ അവസാനത്തെ നമ്പർ എന്റെ അടുത്ത് നടക്കത്തില്ല. കാര്യം എനിക്ക് മരണമില്ല, എനിക്ക് മരണമില്ല. എന്നാൽ എനിക്കൊരു ഉറക്കമുണ്ട്. ഞാൻ ക്രിസ്തുവിൽ നിദ്ര പ്രാപിക്കും. ഉറങ്ങുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെ കർത്താവ് തൻ ഗംഭീര നാദത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം എല്ലാവരും രൂപാന്തരം പ്രാപിച്ച് യേശുവിനെ എതിരേൽപ്പാൻ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടും. ഈ പ്രത്യാശ അകത്തുള്ളവർ കരങ്ങൾ അടിച്ച ദൈവത്തിന് ആരാധന കൊടുക്കുക. മരണത്തിന് പോലും നമ്മളെ തൊടാൻ കഴിയത്തില്ല. മരണത്തിന് പോലും നമ്മെ തൊടാൻ കഴിയത്തില്ല. ശക്തിക്ക് പോലും നമ്മെ തൊടാൻ കഴിയത്തില്ല. സ്തോത്രം. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിനകത്ത് എനിക്ക് മെസ്സേജ് എവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്ന അറിയത്തില്ല, എവിടെയെങ്കിലും കൂടെ ഇറങ്ങത്തുള്ളൂ. രക്തത്താഴ്ചകൾ നോക്കിക്കേ. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിനകത്ത് നമുക്ക് 4 മരണങ്ങൾ കാണാൻ കഴിയും. 4 മരണങ്ങൾ. ഒന്നാമത്തെ മരണം ഭാവസംബന്ധമായ, ഒന്നാമത്തെ മരണം ആത്മീക മരണം. അത് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചു. രണ്ടാമത്തെ മരണം ഭാവസംബന്ധമായിട്ടുള്ള മരണം, റോമാലേഖനം 6-ാം അധ്യായം. മൂന്നാമത്തെ മരണം ശാരീരിക മരണം. നാലാമത്തെ മരണം നിത്യമരണം. ഒന്നാമത്തെ മരണം ആത്മീക മരണം, അത് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചു. രണ്ടാമത്തെ മരണം ഭാവസംബന്ധമായിട്ടുള്ള മരണം. നമുക്കറിയാം, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് 2 മരണം. ഒന്നാമത്തെ മരണം ആത്മീക മരണം, 2 പാപസംബന്ധമായിട്ടുള്ള മരണം. എന്താ പാപസംബന്ധമായിട്ടുള്ള മരണം? യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കുള്ളവരായി തീരുക. എങ്ങനെ? സ്നാനത്താൽ. ഹലോ, ആമേൻ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ മരണത്തിന്, യേശു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു അല്ലേ? അപ്പൊ യേശു ക്രിസ്തുവിന്റെ മരണത്തിന് പങ്കുള്ളവരായി തീരുന്ന സമയം മരണമാണ് ആമേൻ ആമേൻ പാപസംബന്ധമായിട്ടുള്ള മരണം. ദൈവാത്മ പറയുന്നു, പാപസംബന്ധമായിട്ടുള്ള മരണത്തിൽ അല്ലെങ്കിൽ യേശുവിന്റെ മരണത്തിന് പങ്കുള്ളവരായി തീർന്ന ഒരു വ്യക്തിക്ക് എന്തില്ല? ശാരീരിക മരണം. പിന്നെ നമ്മുടെ മരണ വീട്ടിൽ അനുശോചനം പറയണോ? എന്റെ കൂടില്ല. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ മരണ വീട്ടിൽ പറയുന്ന അനുശോചനമല്ല പ്രിയരെ, പ്രത്യാശയുടെ വാക്ക പറയണ്ടേ. ഇത് നമ്മൾ അനുശോചനം പറഞ്ഞു നമുക്കും പ്രത്യാശ ഇല്ലാതായി. രക്തത്താൽ ചെയ്യാം. ഗ്ലോറി ടു ഗോഡ്. സ്തോത്ര. ഞങ്ങളുടെയൊക്കെ കോട്ടയത്ത് കാണാൻ ഇപ്പൊ അടിപൊളിയാ മരണം. സ്തോത്ര. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അപ്പച്ചൻ മരിച്ചു. അടിപൊളി 26 വാട്ട് സൗണ്ട് ഒക്കെ വെച്ച് അടിച്ച് തകർക്കുകയായിരുന്നു. കാര്യം ഇത് യാത്രയേപ്പാ, എന്റെ കൂടെ നിങ്ങളില്ല. ഞാൻ ചർച്ചയിൽ പറഞ്ഞിട്ട് കേട്ടോ, ആരെങ്കിലും മരിച്ച പെട്ടെന്ന് ബോഡി അടക്കരുത്. കാര്യം നല്ല പാട്ടുകാരെ പെട്ടെന്ന് കിട്ടത്തില്ല, നല്ല പന്തൽ പെട്ടെന്ന് കിട്ടും, നല്ല ലൈവുകാരെ പെട്ടെന്ന് കിട്ടത്തില്ല. സ്തോത്രം. എന്റെ കൂടെ ഉണ്ടോ? ഇത് മഹത്വത്തിലേക്കുള്ള യാത്രയാ. മരണ വീട്ടിൽ പ്രസംഗിക്കാൻ എന്നാ ചാൻസ് ആണെന്നറിയോ? സ്വത്രം. ജാതി നിൽക്കുകയല്ലേ യേശുവിനെ പറ്റി പ്രസംഗിക്കാൻ. രക്തത്താഴ്ച ജയം. സ്വത്രം. ഞാൻ എന്റെ ചർച്ചയിൽ ഏത് മരണ വീട്ടിൽ പ്രസംഗിച്ചാലും ഞാൻ ഓട്ടോക്കോൾ കൊടുക്കും. സ്വത്രം. മാനസാന്തരത്തിനും സ്നാനത്തിനും ഞാൻ ഓട്ടോക്കോൾ കൊടുക്കും. ഇതുപോലെ അവസരം കിട്ടത്തില്ല. ഞങ്ങളുടെ വിവാഹ ശുശ്രൂഷയിൽ ഞാൻ സ്നാനത്തിന്റെയും മാനസാന്തരത്തിന്റെയും ഓട്ടോക്കോൾ കൊടുക്കും. ഇതുപോലത്തെ അവസരം മറ്റെവിടെ കിട്ടും? ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവി പറയാം, മഹത്വത്തിലേക്കുള്ള യാത്രയാ. അതാ പൗലോസ് പറഞ്ഞത്, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത്. പ്രത്യാശയില്ലാത്ത ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവെ പ്രവചിക്കാം. സ്തോത്രം. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടിയിരിപ്പാൻ എനിക്കേറെ ആഗ്രഹമുണ്ട്. ഞാൻ 2 ഭക്തന്മാരെ പരിചയപ്പെടുത്താം. 1 യാക്കോബ്, 2 പൗലോസ്. സ്തോത്രം. യാക്കോബ് പറയുന്നു, എന്റെ നരയെ ഞാൻ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കും. എന്റെ മോൻ ജോസഫ് മരിച്ചുപോയി, ഞാൻ മരിക്കാൻ പോവാ. ഞാൻ എങ്ങനെയാ മരിക്കുന്നേ? ഞാൻ ദുഃഖത്തോടെ മരിക്കുമെന്ന് യാക്കോബ് പറയുമ്പോൾ പൗലോസ് പറയുന്നു, സ്തോത്രം, ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. സ്തോത്രം. AD 69 തന്റെ നിജപുത്രനായിരിക്കുന്ന സ്തോത്രം തീമോഥെയോസിന് കത്തെഴുതുമ്പോൾ പൗലോസ് പറയുന്നു, മോനെ തീമോഥെയോസേ, ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. അല്ലേ? ഈ നല്ലപോലെ പൊരുതുക. എങ്ങനെയാ പൊരുതുന്നേ? സ്തോത്രം. ഒറ്റയ്ക്ക് പൊരുതാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ ഞാനും നിവാസം കൂടി പൊരുതുക. 2 പേരും കൂടി എന്ത് ചെയ്തു? പൊരുതി. ഒരാൾ അങ്ങ് തോറ്റുപോയി, ഞാൻ നല്ലപോലെ പൊരുതി. സ്തോത്രം. 2 ഓട്ടം തികച്ചു. അർത്ഥം എന്താ? ഒറ്റക്കാണ് ഓടുന്നേ. എന്റെ കൂടെ ഓടിയ ആരൊക്കെയോ ഓട്ടത്തിൽ തോറ്റുപോയി.
3, ഞാൻ വിശ്വാസം കാത്തു. ആരോ വിശ്വാസത്തിൽ വീണു പോയിട്ടുണ്ട്. 4, നീതിയുടെ കിരീടത്തെ എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. ഫിലിപ്പിലെ ലേഖനം 3-ാം എനിക്ക് അല്പം സ്പീഡ് കൂടി പോകുന്നുണ്ടോ? ഞാൻ ഇന്ന് രാത്രി ഒരു സൂപ്പർ നമ്മുടെ KSRTC മിന്നൽ പോലെ പോവുക. നിങ്ങളുടെ പുറകെ ഒരു സൂപ്പർ എക്സ്പ്രസ് പോലെ പുറകെ വരണം. രക്തത്താഴ്ച കാര്യം സമയം എന്നെക്കാൾ വേഗത്തിൽ മുമ്പോട്ട് ഓടുക. രക്തത്താഴ്ച നോക്കിക്കേ. ഫിലിപ്പിലെ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, മറ്റാർക്കും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് ഏറ്റവും അധികം. ഞാൻ ആരെന്നറിയാമോ? ഞാൻ 8-ാം നാളിൽ പരിചയത്തിലേറ്റവനാണ്. ഞാനൊരു പരീക്ഷനാണ്. ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണം പഠിച്ചവനാണ്. പൗലോസ് പറയുന്നു, ഞാനൊരു ബെന്യാമിൻ ഗോത്രക്കാരനാണ്. ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചു വളർന്ന ശൗൽ എന്ന എന്നെ ദൈവം പൗലോസാക്കി മാറ്റി. ശത്രം എന്റെ പ്രിയരെ, ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിനകത്ത് ശക്തന്മാരായ 2 ശൗലുമാരെ കാണാൻ കഴിയൂ. ഒന്നാമത്തെ ശൗൽ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായ ശൗൽ, അല്ലെ? ഒന്നാമത്തെ രാജാവായ ശൗൽ. രണ്ടാമത്തെ ശൗൽ എന്ന് പറയുന്നത് 15 അധ്യായങ്ങൾ എഴുതിയ 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് എന്ന ശൗൽ. രക്തം വചനം ചെയ്യുക. ഒന്നാമത്തെ ശൗൽ, ഇസ്രായേലിൽ ഒന്നാമത്തെ രാജാവ്. തന്റെ അപ്പൻ ആരെന്നറിയാമോ? ബെന്യാമിൻ. അവന്റെ അപ്പൻ ബെന്യാമിൻ. ശത്രു പുതിയ നിയമത്തിലെ ശൗൽ, അവന്റെ അപ്പൻ ബെന്യാമിൻ. 2 പേരും ഒരു അപ്പന്റെ മക്കളാ. 2 പേരും ഒരു കുടുംബക്കാരാ. ശത്രു പഴയ നിയമത്തിലെ ശൗലും പുതിയ നിയമത്തിലെ ശൗലും ഒരു അപ്പന്റെ മക്കളാ. പുതിയ നിയമത്തിലെ ശൗൽ പറയുന്നു, മോനെ തിമോത്തിയോസേ, എന്റെ വെല്ലുപ്പൻ പഴയ രാജാവുണ്ടല്ലോ, നല്ല ഒരു പൊറുതിയില്ല, ഞാൻ നല്ല പൊറുതി. എന്റെ വെല്ലുപ്പൻ ശൗൽ ഉണ്ടല്ലോ മോനെ, വിശ്വാസം കാത്തില്ലടാ മോനെ, ഞാൻ വിശ്വാസം കാത്തടാ. എന്റെ വെല്ലുപ്പൻ ശൗൽ ഒരു കുന്തത്തിൽ വീണ് ആത്മഹത്യ ചെയ്ത് കിരീടം നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ എന്റെ ദൈവം എനിക്ക് വേണ്ടി കിരീടത്തെ ഒരുക്കി വെച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ദൂത് പറയുന്നു, പരാജയപ്പെട്ടവന്റെ കുടുംബത്തിനകത്തുനിന്ന് കുടുംബത്തിന്റെ പരാജയം മാറ്റാൻ അതേ കുടുംബത്തിനകത്തുനിന്ന് അതേ പേരിൽ ഒരു മനുഷ്യനെ എന്റെ ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് പ്രവചിക്കുന്നു, കുഞ്ഞേ, നിന്റെ കുടുംബത്തിന്റെ പരാജയത്തെ പൊട്ടിക്കാൻ ഈ തലമുറയിൽ എന്റെ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവർ കരം അടിച്ച് ദൈവത്തിന് നന്ദി പറ. നിന്റെ കുടുംബം എന്നും നിന്ദിക്കപ്പെടാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ബെന്യാമിനേ, നിന്റെ കുടുംബം എന്നും അപമാനമായി മാറാൻ, ഇത് പരാജയപ്പെട്ടവന്റെ കുടുംബമാണ് എന്ന് പറയാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു ശക്തനായ ശൗലിനെ എന്റെ ദൈവം എഴുന്നേൽപ്പിച്ചതുപോലെ ഇന്ന് രാത്രിയിൽ കർത്താവ് ആരൊക്കെ എഴുന്നേൽപ്പിക്കുന്ന രാത്രിയാ. വിശ്വസിക്കുന്നവർ കരമടിച്ച് അന്യഭാഷയിൽ ആ ദൂതനെ സ്വീകരിക്കട്ടെ. ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ദൈവം നിങ്ങളെ ഉപയോഗിക്കും. നിന്റെ കുടുംബത്തിന് നിന്ന മാറാൻ പോവാ. ഇനിയും ആരും പറയത്തില്ല ബെന്യാമിൻ ഗോത്രം പരാജയപ്പെട്ട ഗോത്രം എന്ന് പറയത്തില്ല. ലോകം വിളിച്ചു പറയും, ബെന്യാമിൻ ഗോത്രം ശക്തമായ ഗോത്രമാണ്. 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ട ഒരുത്തൻ തിരിച്ചു വളർന്ന കുടുംബമാണ്. വചനം ചെയ്യാം. സ്തോത്രം. എനിക്ക് ഭയങ്കര സന്തോഷം. സ്തോത്രം. പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. മോനെ ക്ലേമന്തേ, ഒരു ദൂത് ഞാൻ പറയാം കേട്ടോ. ഒരു ദൂത് ഞാൻ പറയാം. നിന്റെ പേര് ജീവപുസ്തകത്തിലുണ്ട്. ഞാൻ അങ്ങനത്തെ ദൂത് കേട്ടിട്ടില്ല. സ്തോത്രം. നിനക്ക് വണ്ടി കിട്ടും, വീട് കിട്ടും, ജോലി കിട്ടും, ശുശ്രൂഷയിൽ മാനിക്കും, ഡീപ്പാ. സ്തോത്രം. പേര് പറഞ്ഞ് പറയും. പക്ഷേ മോനെ ക്ലേമന്തേ, നിന്റെ പേര് ജീവപുസ്തകത്തിലുണ്ട്. രക്തം ചെയ്യാം. സ്തോത്രം. ഞാൻ ചോദിച്ചു, അച്ഛാ ഇത് എങ്ങനെ കണ്ടേ? പൗലോസ്, മോനെ, ഞാൻ സ്വർഗ്ഗത്തിൽ പോയില്ലേ, ഞാൻ ജീവപുസ്തകം കണ്ടിട്ടാ പോകുന്നത്, എന്റെ കൂടില്ല. 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടപ്പം എന്റെ ചിന്ത, ഈ മനുഷ്യൻ ജീവപുസ്തകം കണ്ടിട്ടാ വന്നേ അല്ലേ? മോനെ, നിന്റെ പേര് ജീവപുസ്തകത്തിലുണ്ട്. ഇന്ന് രാത്രി കിട്ടുകയാണെങ്കിൽ അങ്ങനത്തെ ദൂതൊക്കെ കിട്ടണം. രക്തത്താഴ്ചയാ. ഹല്ലേലൂയ. നിന്റെ പേര് അവിടെ ഉണ്ട്. ഞാൻ കണ്ട്. കാര്യം 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ട മനുഷ്യനാ പൗലോസ്. രക്തം വചനം ചെയ്യാം. അതുകൊണ്ടല്ലേ അവൻ നിഗളിച്ചു പോകാതിരിപ്പൻ ദൈവം ജഡത്തിൽ ഒരു ശൂലം കൊടുത്തത്. രക്തം ചെയ്യാം. ആരെ ഏൽപ്പിച്ച്? സാത്താന്റെ ദൂതനെ തന്നെ. രക്തം ചെയ്യാം. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ദൂത് പറയുന്നു, ചില കുടുംബത്തിന്റെ തോൽവികളെ മാറ്റുവാൻ ഒരു ശൗലിനെ തിരഞ്ഞെടുത്തതുപോലെ ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കും. അതെനിക്കുള്ള ദൂതാണെന്ന് വിശ്വസിക്കുന്നവർ ആ ദൂതനെ പിടിച്ചെടുക്കുക. ഗോൽഗോഥ, രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നവനെ ക്രൂശിൽ തറച്ച് കൊല്ലുന്ന സ്ഥലം ഗോൽഗോഥ. ചരിത്രം പറയുന്നത്, ഒരു മനുഷ്യനെ ക്രൂശിൽ തറച്ചാൽ അവൻ പെട്ടെന്നൊന്നും മരിക്കത്തില്ല. ഏകദേശം 72 മണിക്കൂർ ക്രൂശിൽ കിടന്ന ഒരു മനുഷ്യൻ മരിക്കുന്നത്. അതായത് ഒരു മനുഷ്യൻ ക്രൂശിൽ കിടക്കുമ്പോൾ ആ മനുഷ്യൻ മരിക്കും മുമ്പ് കഴുകന്മാർ വന്ന് ആ മനുഷ്യന്റെ ശരീരങ്ങൾ കൊത്തിപ്പറിക്കും. ക്രൂശിൽ കിടക്കുന്ന മനുഷ്യൻ കരഞ്ഞ് നിലവിളിച്ച് അലറി പ്രാഗി നിലവിളിച്ചൊക്കെയാണ് മരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഗോൽഗോഥ എന്ന് പറയുന്നത് വളരെ ഭയാനകരമായ സ്ഥലമാണ്. എന്നാൽ അതിനടുത്ത് വന്നിട്ട് ജോസഫ് ഒരു കല്ലറ മേടിച്ചത്. രക്തത്താൽ ചെയ്യും. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ദൂത് പറയുന്നു, ആരും പോകാത്ത ദേശത്തേക്ക് ദൈവം തന്നെ അയക്കുമ്പോൾ ഓർത്തോ, ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. സ്തോത്രം. എന്നാൽ പെട്ടെന്ന് ചില സമയത്ത് മരണം സംഭവിക്കുവാൻ വേണ്ടി റോമൻ പടയാളി ചെയ്യുന്ന കാര്യമുണ്ട്. ക്രൂശിൽ കിടക്കുന്ന മനുഷ്യന്റെ കാലിന്റെ മുട്ടുകൾ അടിച്ചൊടിക്കും. ക്രൂശിൽ കിടക്കുന്ന മനുഷ്യന്റെ കാലിന്റെ മുട്ടിന്റെ അസ്ഥികൾ അടിച്ചൊടിച്ചാൽ
ശ്വാസം എടുക്കുവാൻ കഴിയാതെ പെട്ടെന്ന് മരണം സംഭവിക്കും. യേശു ക്രൂശിൽ മരിക്കുന്നു. 3-ാം മണി നേരത്തിന്റെ ആത്മാവിനെ യേശു ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചു. 4 മണി, 5 മണി, 6 മണി, 6 മണിയാകുമ്പോൾ ശബത്ത് ആരംഭിക്കും. ശബത്ത് നാളിൽ മനുഷ്യന്റെ ശരീരം ക്രൂശിൽ കിടക്കുന്നത് വിഹിതമല്ല. അതുകൊണ്ട് വേഗത്തിൽ മരണം സംഭവിക്കുവാൻ റോമൻ പടയാളികൾ വലിയ ഇരുമ്പുപടിയുമായി വന്നിട്ട് യേശുവിന്റെ ഇടത്തും വലത്തും കിടന്ന 2 കള്ളന്മാരുടെയും മുട്ടുകൾ, അസ്ഥികൾ അടിച്ചൊടിച്ചു. 2 കള്ളന്മാരുടെയും അസ്ഥികൾ അടിച്ചൊടിച്ചിട്ട് യേശുവിന്റെ അസ്ഥി അടിച്ചൊടിക്കുവാൻ വേണ്ടി റോമൻ പടയാളി വരുമ്പോൾ കാണുവാൻ കഴിയുന്ന കാര്യം, അവർക്ക് യേശുവിന്റെ അസ്ഥികൾ അടിച്ച് ഒടിക്കുവാൻ കഴിഞ്ഞില്ല. എന്റെ ചോദ്യമേ, റോമൻ പടയാളിയെ യേശുവിന്റെ ഇടത്തും വലത്തും കിടന്ന കള്ളന്മാരുടെ അസ്ഥികൾ അടിച്ചൊടിച്ചിട്ടു എന്റെ യേശുവിന്റെ അസ്ഥികൾ അടിച്ചൊടിക്കാതെ വിട്ടുകളഞ്ഞു എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി പരിശുദ്ധാത്മ പറയൂ. യേശു ജനിക്കുന്ന 2000 വർഷം മുമ്പ് പ്രവാചകൻ പ്രവചിച്ചു, ഇവന്റെ അസ്ഥി ഒന്നുപോലും ഒടിഞ്ഞു പോകത്തില്ല. അമേ, ആ ദൈവ വാഗ്ദത്തം ഉള്ളത് കൊണ്ടാണ് യേശുവിന്റെ അസ്ഥികൾ അടിച്ചൊടിക്കാൻ റോമൻ പടയാളിക്ക് കഴിയാതെ പോയത്. ഇന്ന് രാത്രിയിൽ ദൈവാത്മ ദൂത് പറയുന്നു, ദൈവത്തിന് നിങ്ങളൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇടത്തും വലത്തും നിൽക്കുന്നവർക്കും, ഇടത്തും വലത്തും ഇരിക്കുന്നവർക്കും, ഇടത്തും വലത്തും താമസിക്കുന്നവർക്കും അനർത്ഥം സംഭവിച്ചാലും ആ അനർത്ഥം നിങ്ങളെ തൊടത്തില്ല. മിസ്രൈമിൽ 10 ബാധ വന്നു. മിസ്രൈമിൽ 10 ബാധ വന്നു അല്ലെ? എവിടെയാ 10 ബാധ വന്നത്? മിസ്രൈമിൽ. സ്തോത്രം. അവിടെ ഇസ്രായേൽ മക്കൾ പാർക്കുന്നത് ഗോഷനില്ല. ഗോഷൻ ഇന്ന് ആണെങ്കിൽ ബംഗാളി പാർക്കുന്ന സ്ഥലം പോലെ ഗോഷൻ. ഞാൻ നമ്മുടെ ചർച്ചിനെ ഗോഷനാക്കി മാറ്റാം. പ്രത്യേക മതിലോ ബൗണ്ടറി ഒന്നുമില്ല. ഏറ്റവും മിസ്രൈമിലെ ഏറ്റവും ലോക്കൽ സ്ഥലമാണ്. കാര്യം പണ്ട് നല്ല സ്ഥലമായിരുന്നു. ഇപ്പോൾ ഇവർ അടിമകളായതുകൊണ്ട് അവിടെ വലിയ വികസനം ഒന്നും കാണത്തില്ല. ഒരു ലോക്കൽ ഏരിയ പോലെ ആയി കാണും ഗോഷൻ. 10 ബാധകൾ വന്നു. 10 ബാധകൾ നമുക്കറിയാം. സ്വതന്ത്രം നായിച്ച അല്ലേ? നായിച്ച വന്നു. ദേശം മുഴുവൻ നായിച്ച വ്യാപരിച്ചു. രാജകൊട്ടാരത്തിലും ചാടിക്കേറി. പക്ഷേ ഗോഷന്റെ മണ്ണിൽ ഒന്നുപോലും ചാടിക്കേറിയില്ല. ദേശത്ത് മുഴുവൻ തവളകൾ വർദ്ധിച്ചു അല്ലെ? കൊട്ടാരത്തിൽ ചാടിക്കേറി, പക്ഷെ എവിടെ ചാടിക്കേറിയില്ല? ഗോഷന്റെ മണ്ണിൽ ചാടിക്കേറിയില്ല. എന്റെ കൂടെ നിങ്ങളില്ല. ദേശത്ത് മുഴുവൻ കൽമഴ പെയ്തു, പക്ഷെ ഒറ്റ കല്ല് പോലും ഉരുണ്ട് പോലും എവിടെ വന്ന് കയറിയില്ല? ഗോഷന്റെ മണ്ണിൽ വന്ന് കയറിയില്ല. തൊട്ടടുത്ത കിണറ്റിലെ വെള്ളം രക്തമായി, ഗോഷനിലെ വെള്ളം രക്തമായില്ല. ദേശത്ത് മുഴുവൻ ഇരുട്ട്, പക്ഷെ ഗോഷന് മാത്രം വെട്ടം. എന്താ? ദൈവാത്മാവ് ദൂത് പറയുന്നു, ദേശത്ത് സംഭവിക്കുന്ന ഒരു അനർത്ഥവും നിന്റെ മണ്ണിനകത്ത് കയറാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ കോമ്പൗണ്ടിൽ കയറാൻ വിശ്വസിക്കുന്ന നിങ്ങൾ, ദേശത്ത് വ്യാപരിക്കുന്ന യാതൊരു അനർത്ഥങ്ങളും നിന്റെ മണ്ണിൽ കയറാൻ, നിന്റെ കോമ്പൗണ്ടിൽ കയറാൻ അടിച്ച ദൂതനെ സ്വീകരിക്കുക, റിസീവ് ചെയ്യ. വചനം നമുക്കറിയാം. മാസം 14-ാം തീയതി ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടു അല്ലെ? പുറപ്പാട് പുസ്തകം 12-ാമത്തെ വാക്യം വായിച്ചേ. പുറപ്പാട് 12:1. പുറപ്പാട് 12:1. പുറപ്പാട് 12:1. യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളി ചെയ്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി, ഈ മാസം നിങ്ങൾക്ക് മാസത്തിന്റെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടതെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരാട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. 6-ാമത്തെ വാക്യം വായിച്ച സമയമില്ല. 6-ാമത്തെ വാക്യം വായിച്ചേ. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ പറഞ്ഞു പോകാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ശ്രോത്രം, ദൈവം പറയുന്നു പുറപ്പാട് 12:1, മോശസേ, ഈ മാസം നിങ്ങൾക്ക് മാസത്തിന്റെ ആരംഭമായിരിക്കണം. ആബീബ് മാസം നിങ്ങൾക്ക് മാസത്തിന്റെ ആരംഭമായിരിക്കണം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം 10-ാം തീയതി നിങ്ങൾ ഒരാട്ടിൻകുട്ടിയെ വേർതിരിക്കണം. ശ്രോത്രം, അതായത് ഇവർക്ക് ഒത്തിരി ആടുണ്ട്. അതിനകത്തുനിന്ന് ഒരാട്, ആടിന്റെ പ്രത്യേകത അത് 1 വയസ്സ് പ്രായമുണ്ടായിരിക്കണം. അതിന് ഊനമുണ്ടാകാൻ പാടില്ല. അത് ചെമ്മരിയാടോ കോലോടോ ആകാം അല്ലെ? 10-ാം തീയതി ഒരാട്ടിൻകുട്ടിയെ വേർതിരിക്കണം. ശ്രോത്രം, ഇസ്രായേൽ മക്കളെല്ലാം ഒരാട്ടിൻകുട്ടിയെ തങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരാട്ടിൻകുട്ടിയെ വേർതിരിച്ച് എന്റെ കൊച്ചു ചിന്ത അവർ വീടിന്റെ വാതിക്കൽ കെട്ടിയിട്ടിരിക്കുന്നു. ശ്രോത്രം, എന്ന് വരെ വേർതിരിക്കണം? 14-ാം തീയതി വരെ വേർതിരിക്കണം. എത്ര ദിവസം? 4 ദിവസം ഒരാട്ടിൻകുട്ടിയെ നിങ്ങൾ വേർതിരിച്ച് നിർത്തണം. സ്തോത്രം. എന്താണ് പ്രിയരെ 4-ന്റെ പ്രത്യേകത? ദൈവത്തിന് ഒരു ദിവസം 1000 ദിവസം പോലെ. അങ്ങനെയെങ്കിൽ ദൈവത്തിന് 4 ദിവസം എത്ര ദിവസം? 4000 ദിവസം. സ്തോത്രം. എന്താണ് 4000-ന്റെ പ്രത്യേകത? ആദാം മുതൽ ക്രിസ്തു വരെ 4000 വർഷം, ക്രിസ്തു മുതൽ ഇന്ന് നാം വരെ 2000 വർഷം, മൊത്തം 6000 വർഷം. സ്തോത്രം. ഈ ആട്ടിൻകുട്ടി യേശുവിനെ കാണിക്കുന്നു. ക്രിസ്തുവിന്റെ നിഴലാണ്. സ്തോത്രം. അർത്ഥം, അവർ പറയുന്നു ആദാം തുടങ്ങി 4000 വർഷം കഴിയുമ്പോൾ ക്രിസ്തു വരും.
14-ാം തീയതി സ്തോത്രം അവർ ആട്ടിൻകുട്ടിയെ അറുത്തു അല്ലെ, അറുത്തിട്ട് രക്തം എന്ത് ചെയ്തു? കട്ടളപ്പടിമേലും കുളിമേലും പുരട്ടി. ആമേൻ സ്തോത്രം. അതിന്റെ മാംസം കയ്പ് ചിരയോടെ അവർ ഭക്ഷിച്ചു. സ്തോത്രം. എന്റെ ചിന്ത, ആമേൻ, അവിടെയുള്ള മുഴുവൻ നാട്ടുകാരും കണ്ട ഒരു കാഴ്ച കൊണ്ട് കേട്ടോ, എല്ലാ ഇസ്രായേൽ കുടുംബത്തിന്റെയും വീടിന്റെ വാതിക്കൽ ഒരു ആട്ടിൻകുട്ടിയെ മാറ്റി കെട്ടിയിട്ടിരിക്കുന്നു. എന്റെ ചിന്ത, സ്തോത്രം, ആൾക്കാർ ചോദിച്ചു, സ്തോത്രം, ഇന്നലെ വരെ അവിടെ കെട്ടിയിട്ടിരുന്ന ആട്ടിൻകുട്ടി എന്തിയെ? ആട്ടിൻകുട്ടിയെ അറുത്തു അല്ലെ, രക്തം കട്ടളപ്പടിമേലും കുളിമേലും പുരട്ടി. ആട്ടിൻകുട്ടി എന്തിയെ? ബാക്കി എന്തിയെ? ആടെന്തിയെ? ഭക്ഷിച്ചു. ഈ ആട് എന്തിനെ കാണിക്കുന്നു? ക്രിസ്തുവിനെ കാണിക്കുന്നു. ഇപ്പോൾ ആട് എവിടെയായി? അവരുടെ അകത്തായി. അന്ന് രാത്രിയിലാണ് ചരിത്രം തിരിച്ച അത്ഭുതം നടന്നത്. സ്തോത്രം. ചരിത്രം തിരിച്ച അത്ഭുതം. സ്തോത്രം. ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം, രോഗസൗഖ്യം. ഇസ്രായേൽ കൂടാരത്തിൽ സംഭവിക്കാൻ തുടങ്ങി. അന്ന് രാത്രിയിൽ അവൻ തിടുക്കത്തോടെ വടിപിടിച്ച് അരകട്ടി തിടുക്കത്തോടെ അവർ ഈ മാംസം കഴിച്ചു. മാംസം അകത്തു വന്നു. ബൈബിൾ പറയുന്നു അവരുടെ അടിമത്തം പൊട്ടി. 430 വർഷം എംറോസും നിംറോസും മന്ത്രവാദത്തിന്റെ ശക്തി കൊണ്ട്, ബൈബിൾ പറയുന്നു മോശയോട് എത്തുന്ന മന്ത്രവാദികൾ എംറോസും നിംറോസും അവൻ ശക്തി കൊണ്ട് മാത്രമല്ല, മന്ത്രവാദത്തിന്റെ ശക്തി കൊണ്ട് അവൻ 430 വർഷം എന്റെ ജനത്തെ തടഞ്ഞു വെച്ചെങ്കിൽ, ക്രിസ്തുവിന്റെ നിഴലായിരിക്കുന്ന ആട്ടിൻകുട്ടി അവരുടെ അകത്ത് വന്നപ്പോൾ ഫറവോന്റെ ബന്ധനത്തെ പൊട്ടിച്ച്, മന്ത്രവാദ ശക്തികളെ പൊട്ടിച്ച് എന്റെ ജനം പുറത്തു വന്നു. എവിടേക്ക് വന്നേ? മഹത്വത്തിനകത്തോട്ട് കയറിയെന്ന്, ഗ്ലോറിക്കകത്തോട്ട് കയറിയെന്ന്, അടിമത്തം പൊട്ടിയെന്ന്, അവർ ഗ്ലോറിക്കകത്ത് കയറിയെന്ന് ബൈബിൾ പറയുന്നു. അവർ യുദ്ധ സന്നദ്ധരായി മാറി. അവരുടെ യാത്ര തുടങ്ങി. കനാൻ ദേശം ലക്ഷ്യമാക്കി. ഒഴുകുന്ന കനാൻ ദേശം. ഇവർക്ക് ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ പിതാക്കന്മാരോട് ദൈവം വാഗ്ദത്തം ചെയ്ത ഒരു കനാൻ ദേശമുണ്ട്, ഞങ്ങൾ അവിടേക്ക് യാത്ര തുടങ്ങുകയാണ്. എന്റെ പ്രിയരെ, ക്രിസ്തുവിന്റെ നിഴലായിരിക്കുന്ന ആട്ടിൻകുട്ടി അവർ അകത്ത് വന്നപ്പോൾ അവരുടെ ബന്ധനം പൊട്ടി, അവരുടെ അടിമത്തം തീർന്ന്, അവർ ഒരു ബലഹീനം പോലുമല്ലായിരുന്നു, സൗഖ്യം പ്രാപിച്ച് ബന്ധനങ്ങൾ പൊട്ടി അവർ പുറത്തു വന്നെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ആത്മാവെ പ്രവചിക്കാം, നിങ്ങളുടെ അകത്തിരിക്കുന്നത് നിഴലല്ല, നിങ്ങളുടെ അകത്തിരിക്കുന്നത് പൊരുളായ ക്രിസ്തുവാണ്. നിങ്ങളുടെ അകത്തിരിക്കുന്നത് തേജസ് വാരി ചുറ്റിയ ക്രിസ്തു. ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തുവല്ല, ആത്മാവിൽ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു നിങ്ങളുടെ അകത്ത് വസിക്കുന്നു. നിങ്ങളെ ഒതുക്കാൻ ഒരു ഫറവോനും കഴിയത്തില്ല. നിങ്ങളുടെ യാത്രകളെ തടയാൻ ഒരു പൈശാചിക ശക്തിക്ക് കഴിയത്തില്ല. നിങ്ങൾ തിരിച്ചറിയുക, ഞങ്ങൾ ആയിരിക്കുന്നത് മഹത്വത്തിനകത്താണ്, ഞങ്ങൾ ഗ്ലോറിക്കകത്താണ്. നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവാ ദൈവം, അത്ഭുതം ചെയ്യാൻ പോവാ. ചെങ്കടൽ മാറാൻ പോവാ, യുദ്ധം ചെയ്യിക്കാൻ പോവാ. എന്ത് അത്ഭുതമായ യാത്രയല്ലേ. ഇട്ട ചെരുപ്പ് വളരാൻ തുടങ്ങി, ഉടുപ്പ് വളരാൻ തുടങ്ങി. എന്റെ കൂടെ നിങ്ങളില്ല. ഒരു നല്ല സ്വതന്ത്രം പറ. ഇന്ന് രാത്രിയിൽ ദൈവാത്മ പറയുന്നു, നമ്മൾ മഹത്വത്തിനകത്താ. മഹത്വത്തിനകത്ത് എല്ലാം ഉണ്ട്. ഒരു നല്ല സ്വതന്ത്രം പറഞ്ഞേ. രക്തം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണ നിമിത്തമായിട്ട് 3 വാഗ്ദത്തങ്ങളാണ് ദൈവം കൊടുത്തത്. ഒന്നാമത്തെ വാഗ്ദത്തം, നിന്റെ അസ്ഥി ഒന്നുപോലും ഒടിഞ്ഞു പോകത്തില്ല. രണ്ടാമത്തെ വാഗ്ദത്തം, നീ മരണത്തിൽ സമ്പന്നന്മാരോട് കൂടെ ആയിരിക്കും. പിശാചിന് ഭയങ്കര ചിരിയ, ഈ വാഗ്ദത്തം എങ്ങനെ നടക്കും? ആരുണ്ട് സമ്പന്നന്മാർ? ആകപ്പെടെ അല്പം കഴിവുള്ളത് യൂദ തൂങ്ങിച്ചത്തു. പിന്നെ 11 പേരും മീൻപിടുത്തക്കാരാ, 11 പേരും ഗലീലക്കാരാ. യൂദ മാത്രമേ ഗലീലയ്ക്ക് പുറത്തുള്ളൂ, യൂദ തൂങ്ങിച്ചത്തു. ബാക്കി 11 പേരും ഗലീലക്കാരാ. യേശുവിന്റെ ക്രൂശുമരണ സമയത്ത് ഈ 11 പേരും ഒരു വീട്ടിൽ കയറി വാതിലടച്ചു, പേടിച്ചിരിക്കുക. പേടിച്ചു പോയതല്ല, ദൈവം പേടിപ്പിച്ച് ഓടിച്ചതാ. എന്തിനാ പേടിപ്പിച്ച് ഓടിച്ചൊരു വാഗ്ദത്തം നിറവേറ്റാൻ. വാഗ്ദത്തം ഇങ്ങനെയാ, നീ മരണത്തിൽ സമ്പന്നന്മാരുടെ കൂടെ ആയിരിക്കും. ആള് മരിച്ചാൽ ബോഡി യജമാനു കൊണ്ടുപോകാം. ഈ പത്രോസിനും യോഹന്നാനൊക്കെ പേടിയില്ലെങ്കിൽ ഇവർ പോയി പറയും, പീലാത്തോസെ ബോഡി ഞങ്ങൾക്ക് വേണം. പീലാത്തോസ് അനുവാദം കൊടുക്കും. ഇവരെ ബോഡി ക്രൂശിൽ നിന്ന് താഴെ ഇറക്കിയിട്ട് പായ്ക്കകത്ത് പൊതിഞ്ഞ് നേരെ ഗലീലയിൽ കൊണ്ടുപോയിട്ട് മണലുമാന്തി കുഴിച്ചിടും. ദൈവത്തിന്റെ വാഗ്ദത്തം അങ്ങനെയല്ല, നീ മരണത്തിൽ സമ്പന്നന്മാരോട് കൂടെ. എന്താ മരണത്തിൽ സമ്പന്നന്മാരോട് കൂടെ? നീ ജനനത്തിൽ ദരിദ്രനായിരുന്നു, യേശു ജനനത്തിൽ ആരായിരുന്നു?
ദരിദ്രൻ അല്ലെ? കെ.വി. സമർത്ത് സാർ പാടി ഇങ്ങനെയല്ലേ? നിരുപമ പ്രഭയാണിഞ്ഞിരുന്നവൻ പാഴും തൂണി ധാരിച്ചതും ചെറിയ സംഗതിയോ. നിരുപമ പ്രഭയാണിഞ്ഞിരുന്നവൻ ചെറിയ സംഗതിയോ. ദൈവകരുണയിൽ ധനമാകാത്മ്യം നാവാൽ വന്യമോ. ദൈവകരുണയിൽ ധനമാകാത്മ്യം. ദേവസൂതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വേറും കഥയോ. ദേവസൂതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വേറും കഥയോ. ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ. ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ. ദൈവകരുണയിൻ സമ്പന്നനായ ദൈവം ദരിദ്രരായ നമ്മെ സമ്പന്നനാക്കി മാറ്റാൻ നമുക്ക് വേണ്ടി ദരിദ്രനായി മാറി. ദൈവത്തിന്റെ വാഗ്ദത്തം, നീ എന്നാൽ മരണത്തിൽ സമ്പന്നന്മാരോട് കൂടെ ആയിരിക്കും. എന്താണ് സമ്പന്നന്മാരുടെ കൂടെ? അന്നത്തെ കാലഘട്ടത്തിൽ രണ്ട് തരത്തിൽപ്പെട്ട ശവസംസ്കാര ശുശ്രൂഷയുണ്ട്. ഒന്ന് സാധാരണക്കാരന്റെ അടക്കം, രണ്ട് സമ്പന്നന്റെ അടക്കം. ജോസഫ് മന്ത്രി ആയതുകൊണ്ട് യാക്കോബിന് കിട്ടിയ അടക്കം ആ അടക്കമാണ്. അതായത് ഏകദേശം 32 കിലോ സുഗന്ധവർഗ്ഗങ്ങൾ ഇട്ട് പൂശി അവൻ ശരീരമടക്കുന്ന അടക്കത്തിനാണ് ഈ സമ്പന്നന്റെ അടക്കം എന്ന് പറയുന്നത്. മറ്റൊരു മറിയ ഒരു വെങ്കൽഭരണി തൈലം പൊട്ടിച്ചപ്പോൾ യൂദ കണക്ക് കൂട്ടി 30 വെള്ളിക്കാശ് അല്ലെ? നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ സ്തോത്രം, ഈ 32 കിലോ സുഗന്ധവർഗ്ഗം എന്ന് പറയുന്നത് ചിന്തിക്കുവാൻ പോലും കഴിയത്തില്ല. അതാണ് പറയുന്നത് സമ്പന്നന്റെ അടക്കം. ദൈവത്തിന്റെ വാഗ്ദത്തം, നീ മരണത്തിൽ സമ്പന്നന്മാരുടെ കൂടെ ആയിരിക്കും. പിശാചിന് ഭയങ്കര ചിരിയായി, ഈ വാഗ്ദത്തം നടക്കത്തില്ല. എന്നാൽ ദൈവാത്മ പറയുന്നു, ഈ വാഗ്ദത്തം നിറവേറ്റാൻ ദൈവം ഒരുവനെ മാറ്റിവെച്ചു. അവന്റെ പേര് നിക്കോദെമോസ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ അവനെ കാണുന്നു, തലയിൽ തുടിയിട്ടുകൊണ്ട് പമ്മി ആരും കാണാതെ യേശുവിനെ കാണാൻ വരും. പിന്നെ അവനെ കാണുന്നില്ല. പിന്നെ അവനെ കാണുന്നത് അവന്റെ ശുശ്രൂഷയുടെ സമയമായപ്പോഴാ. ഞാൻ പറയാം, നിന്റെ ശുശ്രൂഷയുടെ സമയമാകുമ്പോൾ നീ പുറത്തു വന്നിരിക്കും. 4-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെ ഒളിച്ചിരിക്കുന്ന നിക്കോദെമോസിനെ പോലെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ചിലത് ഇതിനകത്തിരിപ്പുണ്ട്. നിങ്ങൾ പുറത്തു വന്നിരിക്കും. ചരിത്രം പറയുന്നത് ആരും 32 കിലോ സുഗന്ധവർഗ്ഗമൊന്നും വീട്ടിൽ സൂക്ഷിച്ചു വെക്കത്തില്ല. എന്നാൽ നാളുകളായിട്ട് നിക്കോദെമോസ് വീട്ടിൽ 32 കിലോ സുഗന്ധവർഗ്ഗം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അത് ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം. ഈ മനുഷ്യൻ ഓടിപ്പോയി വീട്ടിൽ ചെന്നിട്ട് ആമേൻ ആ സുഗന്ധവർഗ്ഗങ്ങൾക്ക് കെട്ടി തലയിൽ വെച്ചിട്ട് ചുമന്നുകൊണ്ട് വരിക. ഞാൻ ചോദിച്ചു, നിക്കോദെമോസേ, നീ സുഗന്ധവർഗ്ഗവുമായിട്ട് വരുമ്പോൾ ശരീരം ആര് കൊണ്ടുവരും? എനിക്കറിയില്ല. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ ജോസഫിനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവൻ ഒരു മന്ത്രിയെ മന്ത്രി പീലാത്തോസിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് അനുവാദം മേടിച്ചു. നിക്കോദെമോസ് വീട്ടിൽ പോയിട്ട് സുഗന്ധവർഗ്ഗം കൊണ്ടുവന്ന് 2 പേരും കൂടെ യേശുവിന്റെ ശരീരം സുഗന്ധവർഗ്ഗങ്ങൾ പൂശി. ഞാൻ ഒത്തിരി ചിന്തിക്കുന്ന കാര്യമുണ്ട് കേട്ടോ. ഇവിടെ അറിയപ്പെടാത്തൊരു 3-4 ജോലിക്കാർ ശുശ്രൂഷകന്മാരുണ്ട്. രക്തത്താഴ്ചകൾ യേശുവിന്റെ ശരീരം താഴെ ഇറക്കിയ 3-4 പേർ. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, കുരനക്കാരൻ ശിമോൻ യേശുവിന്റെ ക്രൂശിന്റെ അറ്റത്തൊന്ന് പിടിച്ചപ്പോൾ അവന്റെ ജീവിതം മാറി മറിഞ്ഞെങ്കിൽ ആ ശരീരം താഴെ ഇറക്കിയിട്ട് നെഞ്ചോട് ചേർത്ത് താഴെ ഇറക്കിയിട്ട് അവരുടെ കൈകൊണ്ട് ആ സുഗന്ധവർഗ്ഗങ്ങൾ മുറിവിൽ യേശുവിന്റെ മുറിവിൽ പുരട്ടാൻ ഭാഗ്യം കിട്ടിയവർക്കാ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. നിക്കോദെമോസും ജോസഫും കൂടി ഈ സുഗന്ധവർഗ്ഗമൊക്കെ ഇട്ട് പൂശാൻ തുടങ്ങുമ്പോൾ പിശാചി ചിരിച്ചോണ്ട് പറയുക, ശുശ്രൂഷ പൂർത്തീകരിക്കത്തില്ല. ഇത് പൂർത്തീകരിക്കത്തില്ലെന്ന്. എന്താ കാര്യം? ഇത് ഹോമയാഗ ശുശ്രൂഷയാ. പിശാചി പറയൂ, ഹോമയാഗ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ഒരു ലേവ്യൻ വേണം. ആരുണ്ട് ലേവന്മാർ മുഴുവൻ എന്റെ കൂടെ, മഹാപുരോഹിതൻ തുടങ്ങി മുഴുവൻ ലേവന്മാരും എന്റെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞ് പിശാചി ചിരിക്കുമ്പോൾ ദൈവം പറയാം, മോനെ പിശാചെ, നീ അറിയാത്തൊരു ലേവ്യനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടാ എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട്. അവന്റെ പേരാണ് നിക്കോദെമോസ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് രാത്രിയിൽ ദൈവാത്മ പറയുന്നു, ഹല്ലേലൂയ, ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം ശരീരം മാറ്റി വെച്ചിട്ടുണ്ട്. യേശുവിന്റെ ശരീരം ദൈവസഭയാ. ക്രിസ്തുവിന്റെ ശരീരം ദൈവസഭയാ.
6 മണിക്ക് മുമ്പ് ഈ ശരീരം താഴെ ഇറക്കണം. പിശാച് പറഞ്ഞു ആരുമില്ല, സഭ തകരും. യേശു പറയൂ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. യേശുവിന്റെ ശരീരം ക്രൂശിൽ കിടക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിക്കോദെമോസും ജോസഫും കൂടി സുഗന്ധവർക്കമിട്ട് യഹൂദന്മാരുടെ മര്യാദ പ്രകാരം ആരെയും ഒരു നാളും വെച്ചിട്ടില്ലാത്ത കല്ലറയ്ക്കകത്ത് വെച്ചു. 3-ാമത്തെ വാഗ്ദത്തം, നിന്റെ ശരീരം ദ്രവത്വം കാണാൻ അനുവദിക്കത്തില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കാം, യേശുവിന്റെ ശരീരം ദൈവസഭയാണ്. 3 വാഗ്ദത്തം. 1, നിന്റെ അസ്ഥി ഒടിഞ്ഞു പോകത്തില്ല. 2, നീ മരണത്തിൽ സമ്പന്നന്മാരുടെ കൂടെ ആയിരിക്കും. 1-ാമത്തെ വാഗ്ദത്തം, ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ ശക്തി അത് ചെയ്തു. വാഗ്ദത്തം ഉള്ളത് കൊണ്ട് അസ്ഥി ഒടിഞ്ഞു പോയില്ല. 2-ാമത്തെ വാഗ്ദത്തം നിറവേറ്റുവാൻ ഒരു ജോസഫിനെയും നിക്കോദെമോസിനെയും ദൈവം ഒരുക്കി. 3-ാമത്തെ വാഗ്ദത്തം, നിന്റെ ശരീരം ദ്രവത്വം കാണത്തില്ല. പിശാച് പറഞ്ഞു, ഇവിടെ ഞാൻ പൂട്ടും, രക്തം ചെയ്യും, ഇനി ആര് പ്രവർത്തിക്കും? ഞങ്ങൾ മുദ്ര വെച്ചു, ഞങ്ങൾ ചങ്ങലയിട്ട് പൂട്ടി, ഞങ്ങൾ പടയാളിയെ കാവൽ നിർത്തി. ഇനിയും ഈ ശരീരത്തിന് വേണ്ടിയിട്ട് ദൈവസഭയോ കേട്ടോ, ഇത് കല്ലറയ്ക്കകത്തിരിക്കുക. ഇതിനു വേണ്ടിയിട്ട് ആരാ ചെയ്യുന്ന? ആരുണ്ട് ചെയ്യാൻ? ഈ ചങ്ങല പൊട്ടിച്ച് ഈ കല്ലുരുട്ടി മാറ്റി ആര് ഈ ശരീരത്തെ പുറത്തു കൊണ്ടുവരും? ദൈവം ചിരിച്ചോണ്ട് പറയാ, നിക്കോദെമോസേ നീ മാറുന്നു, നിന്റെ റോള് കഴിഞ്ഞു. ജോസഫേ നിന്റെ ശുശ്രൂഷ കഴിഞ്ഞ് മാറി നിൽക്ക്, ഇനി കളി കണ്ടോ? 3-ാമത്തെ പണി ഞാൻ ചെയ്യാൻ പോവാ. എന്റെ ആത്മാവിനെ നിക്കോദെമോസേ നിന്റെ റോള് കഴിഞ്ഞു. ജോസഫേ നിന്റെ ശുശ്രൂഷ കഴിഞ്ഞു, ഇനി 3-ാമത്തെ ശുശ്രൂഷ എന്റെ ആത്മാവ് ചെയ്യാൻ പോവാ. അത് പൗലോസ് പറയുന്നേ, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ ക്രിസ്തുവിനും വ്യാപരിച്ചു. ക്രിസ്തുവിനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആർക്കും ഇറങ്ങിച്ചെല്ലുവാൻ കഴിയാത്ത കല്ലറക്കകത്തേക്ക് ദൈവാത്മാവ് ഇറങ്ങിച്ചെന്നപ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നത്, മരണപാശങ്ങൾക്ക് അവനെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല. 3-ാമത്തെ വാഗ്ദത്തം, അവന്റെ ശരീരം ദ്രവത്വം കാണാൻ ദൈവം അനുവദിച്ചില്ല. ദൈവാത്മാവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോവാ. ദൈവസഭയ്ക്ക് വേണ്ടി ദൈവാത്മാവ് അത്ഭുതം ചെയ്യാൻ പോവാ. ദൈവസഭയ്ക്ക് കൊടുത്ത വാഗ്ദത്തങ്ങൾ ദൈവം നിവർത്തിക്കാൻ പോവാ. യേശു എവിടെയാ കിടക്കുന്നത്? യേശു കിടക്കുന്നത് മരിച്ചവരുടെ ഇടയിൽ, അല്ലേ? യേശു മരിച്ചവരുടെ ഇടയിൽ കിടക്കുമ്പോൾ അവിടെ യേശുവിനെ ആരാ എഴുന്നേൽപ്പിച്ചേ? ദൈവത്തിന്റെ ആത്മാവ്. ഇന്ന് രാത്രിയിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എവിടെയാ കിടക്കുന്നത്? നിങ്ങൾ എവിടെയാ കിടക്കുന്നത്? പ്രതികൂലത്തിനകത്താണോ? രോഗത്തിനകത്താണോ? കടഭാരത്തിനകത്താണോ? വിഷയത്തിനകത്താണോ? പ്രതിസന്ധിക്കകത്താണോ? എന്തിനകത്തായാലും ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് അതിനകത്ത് നിങ്ങളെ പൊക്കി പുറത്തെടുക്കും. നിങ്ങളെ പൊക്കി പുറത്തെടുക്കും. ഞാൻ തൂത് പറയുമ്പോ തന്നെ പരിശുദ്ധാത്മാവ് ചില തൊടുക. പുറത്തു വാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ പുറത്തു വരട്ടെ. യേശുവിൻ നാമത്തിൽ പുറത്തു വരട്ടെ. വചനം ജയം. അപ്പൊ യേശുവിനെ ക്രൂശിച്ച സ്ഥലത്തൊരു തോട്ടം. ആ തോട്ടത്തിൽ മുമ്പേ ആരെയും വെച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറ. ഈ കല്ലറ ജോസഫിന്റെ കല്ലറയായിരുന്നു. ഈ കല്ലറയുടെ പ്രത്യേകത, ഇത് ഗോൽഗോത്തയ്ക്ക് അടുക്കല. എന്തിനാ അടുക്കൽ മേടിച്ച്? 6 മണിക്ക് മുമ്പ് ശരീരം ഇറക്കി ദൂരെ കൊണ്ടുപോകാൻ പറ്റില്ല. ഏറ്റവും അടുത്ത് തന്നെ ദൈവം മുന്നമേ ജോസഫിനെ കൊണ്ട് കല്ലറ മേടിച്ചു. ഇന്ന് രാത്രി ആത്മ പറയുന്നു, ദൈവം ഒരു വാഗ്ദത്തം പറയുമ്പോൾ തന്നെ അതിന്റെ പരിഹാരം ദൈവം ഒരുക്കി കഴിയും. അവൻ പരിശോടുകൂടെ പോക്കുവഴിയും ഒരുക്കുന്ന ദൈവം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ 3 തോട്ടങ്ങൾ കാണാൻ കഴിയും. 1, യേശുവിന്റെ കല്ലറ ഇരുന്ന തോട്ടം. 2-ാമത്തെ തോട്ടം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം, ഉൽപ്പത്തി 2:8. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി. ആ തോട്ടം എന്തിനുണ്ടാക്കിയതാണ്? മനുഷ്യര് പാർക്കുവാൻ ദൈവം ഉണ്ടാക്കിയ തോട്ടം. ആദാമിന് പാർക്കാൻ ദൈവം ഉണ്ടാക്കിയ തോട്ടം. എന്നാൽ ആ തോട്ടം ആദാമിന്റെ പരാജയത്തിന്റെ തോട്ടമായി മാറി. അടക്കി വാഴുവാൻ, സകലത്തെ അടക്കി വാഴുവാൻ ആക്കി വെച്ച ആദാം എവിടെയാണോ ദൈവം ആക്കി വെച്ചത് അവിടെ തന്നെ ആദാം പരാജയപ്പെട്ടു. ആദാമിന്റെ പരാജയത്തെ മാറ്റുവാൻ വേണ്ടി ദൈവം ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ക്രിസ്തുവിന് കൊടുത്ത 2 പേരുകളാണ്. 1, ഒടുക്കത്തെ ആദാം. 2, രണ്ടാം മനുഷ്യൻ. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 46, 45, 46, 47 വാക്യങ്ങൾ. 1 കൊരിന്ത്യർ ലേഖനം 11 അതോ 2 കൊരിന്ത്യർ ലേഖനമാണോ? 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 45, 46, 47 വാക്യങ്ങൾ വായിച്ചോ. 45-ാം വാക്യം മുതൽ.
ഒന്നാം മനുഷ്യനായ ആദാം, ഒന്നാം മനുഷ്യനായിരിക്കുന്ന ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് ആദാം എഴുതിയിരിക്കുന്നുവല്ലോ. ജീവനുള്ള ദേഹിയായി തീർന്നിരിക്കുന്നു. ഒന്നാം മനുഷ്യനായിരിക്കുന്ന ആദാം, ആദാം ദൈവത്തിന്റെ മകൻ അല്ലേ? ഒന്നാം മനുഷ്യനായിരിക്കുന്ന ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ഒടുക്കത്തെ ആദാം ആരാണ്? ക്രിസ്തു. ക്രിസ്തു. അപ്പൊ യേശുവിന്റെ ഒരു പേരാണ് ഒടുക്കത്തെ ആദാം. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി മാറി. ഇനി യേശുവിന്റെ അടുത്ത പേര് 46-ാമത്തെ വാക്യം. എന്നാൽ ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമൻ. അടുത്ത വാക്യം. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. യേശുവിന്റെ രണ്ടാമത്തെ പേരാണ് രണ്ടാം മനുഷ്യൻ. ഞാൻ ഒടുക്കത്തെ ആദാമിനെയും രണ്ടാം മനുഷ്യനെ കൂടെ ഒന്ന് വരച്ചു കാട്ടിയിട്ട് വേഗത്തിൽ പ്രാർത്ഥിക്കാം. ഒടുക്കത്തെ ആദാം എവിടെ തുടങ്ങി? ബേഥലഹേമിൽ തുടങ്ങി. എങ്ങനെ തുടങ്ങി? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ദരിദ്രനായ നമ്മെ സമ്പന്നനാക്കാൻ യേശു നമുക്ക് വേണ്ടി ദരിദ്രനായി തുടങ്ങി അല്ലെ? ദരിദ്രനായി മാറി. ഒടുക്കത്തെ ആദാം ബേഥലഹേമിൽ തുടങ്ങിയിട്ട് ഒടുക്കത്തെ ആദാം റോമർ 10:4 ഒടുക്കത്തെ ആദാം അവസാനിക്കുന്നു. റോമർ 10:4 ഒടുക്കത്തെ ആദാം അവസാനിക്കുന്നു. വായിക്ക് റോമർ 10:4. വിശ്വസിക്കുന്ന ഏവർക്കും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനം. ആദാം എവിടെ അവസാനിക്കുക? ക്രൂശിൽ അവസാനിക്കുന്നു. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ. ഞാൻ കഴിഞ്ഞ പകൽ പറഞ്ഞതുപോലെ മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തണം എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാകിയാൽ ഒടുക്കത്തെ ആദാം ക്രൂശിൽ അവസാനിക്കുക. മൂന്നാം നാൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന ക്രിസ്തു ഒടുക്കത്തെ ആദാമല്ല, അവൻ രണ്ടാം മനുഷ്യൻ. രണ്ടാം മനുഷ്യൻ സ്വത്രം പുനരുത്ഥാനത്തിൽ തുടങ്ങി നിത്യതയോളം നിലനിൽക്കുന്നു. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഒരു നല്ല സ്വത്രം പറഞ്ഞാട്ടെ. ഒടുക്കത്തെ ആദാം നമുക്കറിയാം, അവൻ ദാവീദിന്റെ പുത്രനാണ്. ദാവീദിന്റെ പുത്രൻ. ആദാമാരാണ്? ഒടുക്കത്തെ ആദാമാരാണ്? ക്രിസ്തുവാനാണ് ദാവീദിന്റെ പുത്രൻ. ഇശായുടെ കുറ്റിൽ നിന്നും ഒരു മുള പൊട്ടിപ്പുറപ്പെടും എന്നുള്ള വാഗ്ദത്തം പോലെ ദാവീദിന്റെ പുത്രനായി, ദാവീദിന്റെ സിംഹാസനമുള്ളവനായി, ദാവീദിന്റെ താക്കോൽ ഉള്ളവനായി യേശു ഈ ഭൂമിയിൽ ജനിച്ചു. എന്നാൽ മരണത്തെ ജയിച്ചു ഉയർത്തി നിൽക്കുന്ന ക്രിസ്തു ദാവീദിന്റെ പുത്രനല്ല, യേശു സാക്ഷാൽ ദൈവത്തിന്റെ പുത്രൻ. നമുക്കറിയാം, നമ്മുടെ യേശുവിന് സ്വത്രം 2 ജനനങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ യേശുവിന് 2 സ്വർഗ്ഗാരോഹണം ഉണ്ടായിരുന്നു. നമ്മുടെ യേശുവിന് 2 വരവുണ്ട്. 2 വരവ് ഏതൊക്കെയാ? ഒന്ന് രഹസ്യ വരവ്. എന്താ രഹസ്യ വരവ്? കർത്താവ് ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വരും. അതിന്റെ പേരാ യേശുവിന്റെ രഹസ്യ വരവ്. 2 യേശുവിന്റെ പരസ്യ വരവ്. എങ്ങനെ? തന്റെ മണവാട്ടി സഭയുമായിട്ട് യേശു കർത്താവ് ഭൂമിയിലേക്ക് വരും. യേശുവിന്റെ പൊന്നു പാദപീഠം ഒലൂമലയെ ചവിട്ടുമ്പോൾ ഒലൂമല 2ആയി പിളരും. ഒന്ന് വടക്കോട്ട്, ഒന്ന് തെക്കോട്ട്. യേശു വന്നിട്ട് അന്തിക്രിസ്തുവിനെ പിടിച്ച് തീപ്പൊയിൽ തള്ളിയിട്ട് പിശാചിനെ 1000 വർഷം ചങ്ങലക്കകത്തിട്ട് പൂട്ടും. അത് യേശുവിന്റെ രണ്ടാമത്തെ വരവ്, യേശുവിന്റെ പരസ്യ വരവ്. അങ്ങനെയാണെങ്കിൽ യേശുവിന് 2 സ്വർഗ്ഗാരോഹണം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ സ്വർഗ്ഗാരോഹണം, യേശുവിന്റെ ഒന്നാമത്തെ സ്വർഗ്ഗാരോഹണം യോഹന്നാൻ 20:17 മഗ്ദലക്കാരത്തി മറിയക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു. മറിയ യേശുവിനെ തൊടുവാൻ വേണ്ടി ഓടി വരുമ്പോൾ യേശു പറയുക, മറിയേ, നീ എന്നെ തുടരുത്, ഇതുവരെ ഞാൻ പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ല. യോഹന്നാൻ 20:17 യേശു പറയുന്നു, എന്നെ തുടരുത്. എന്നാൽ അതെ യേശു യോഹന്നാൻ 20:17 20:27 10 വാക്യങ്ങൾ കഴിയുമ്പോൾ യേശു പറയുന്നു, തോമസേ, നിന്റെ കൈ എന്റെ വിലാപ്പുറത്തിട്ട് നോക്കുക, നിന്റെ വിരൽ എന്റെ കൈക്കകത്തിട്ട് നോക്കുക. എന്താ കാര്യം? 20:17 തുടരുതെന്ന് പറഞ്ഞ യേശു 20:27 പറയുന്നു, എന്നെ തൊടുക. അർത്ഥം എന്താ? മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ശേഷം യേശു സ്വർഗത്തിലേക്ക് പോയി. അതിന്റെ പേരെത്രേ? യേശുവിന്റെ രഹസ്യ സ്വർഗ്ഗാരോഹണം. തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരുണ്ടായിരുന്നിട്ടും, അത്ഭുതം പ്രാപിച്ച അനേകരുണ്ടായിരുന്നിട്ടും, മറിയ കണ്ടൊരു ക്രിസ്തുവുണ്ട് കേട്ടോ. മഗ്ദലക്കാരത്തി മറിയ, 7 ഭൂതങ്ങൾ പിടിച്ച മറിയ കണ്ടൊരു ക്രിസ്തുവുണ്ട് കേട്ടോ. ഞാൻ ക്രിസ്തുവിനെ വെളിപ്പെടുത്താം. മനുഷ്യർക്ക് തൊടാൻ കഴിയാത്തൊരു ക്രിസ്തു. അങ്ങനത്തെ ദൈവമുണ്ടോ? യോഹന്നാൻ പറയുന്നു, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ തൊട്ടതുമായ ജീവന്റെ വചനം. എന്റെ ചോദ്യം, മനുഷ്യർക്ക് തൊടാൻ കഴിയാത്തൊരു ദൈവമുണ്ടോ? ഉണ്ട്. ആരാ കണ്ടേ? മറിയ. ശിഷ്യന്മാരുടെ പ്രസംഗം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അല്ലേ? ശിഷ്യന്മാർ മുഴുവൻ പ്രസംഗിക്കുന്നു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. എന്നാൽ അതിനകത്ത് മറിയുടെ ശബ്ദം വേറിട്ട ശബ്ദമാ. മറിയ പറയും, ഞാൻ കണ്ടൊരു ക്രിസ്തു.
എനിക്ക് പത്രോസിന്റെയും യാക്കോബിന്റെയും ഒക്കെ പ്രസംഗം കോപ്പി അടിക്കാൻ പറ്റും. പക്ഷേ മറിയ പറയൂ, എന്റെ മെസ്സേജ് വ്യത്യസ്തം. ഞാൻ കണ്ട ക്രിസ്തു മനുഷ്യർക്ക് തൊടാൻ കഴിയാത്ത ക്രിസ്തു. ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവി ദൂത് പറയാം, നിങ്ങളുടെ പ്രസംഗങ്ങൾ വ്യത്യസ്തമായി മാറാൻ പോവാ. ദൈവം നമുക്കൊരു വെളിപ്പാട് തരാൻ പോവാ. മറിയ പറയൂ, ഞാൻ കണ്ടത് പത്രോസ് കണ്ട ക്രിസ്തുവല്ല, ഞാൻ കണ്ടത് യോഹന്നാൻ കണ്ട ക്രിസ്തുവല്ല, ഞാൻ കണ്ടത് മനുഷ്യർക്ക് തൊടാൻ കഴിയാത്തൊരു ക്രിസ്തു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആ ഒറ്റ വെളിപ്പാട് മറിയെ വ്യത്യസ്തമാക്കി മാറ്റിയേ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പറ്റി ആദ്യം പ്രസംഗിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്തത് മത്തലക്കാരത്തി മറിയ. നമ്മൾ പറയും അമ്മ സ്ത്രീകൾ പ്രസംഗിക്കരുത്, പക്ഷേ അവൻ തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് ചെന്നിട്ട് അമ്മ പത്രോസ്, യാക്കോബ, യോഹന്നാനെ ഞാൻ കണ്ടു. എന്ത് കണ്ടു? ക്രിസ്തുവിനെ കണ്ടെന്ന് ആദ്യം പ്രസംഗിച്ചാരാ? മറിയ. ഇന്ന് രാത്രി ദൈവം പറയുന്നു, അപ്പോസ്തലന്മാരോട് പ്രസംഗിക്കാൻ ഒരു മറിയ തെരഞ്ഞെടുത്തതുപോലെ ചില മറിയമാരെ കർത്താവ് കണ്ടിട്ടുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? പലരും പിന്മാറിപ്പോയപ്പോഴും മറിയ പിന്മാറിപ്പോയില്ല. മർക്കോസിൽ പറയുന്നത്, യേശുവിനെ കാണാൻ 3 സ്ത്രീകൾ വന്നല്ലേ, കല്ലുടെ കല്ല് മാറിക്കുന്നത് കണ്ടപ്പോൾ പേടിച്ചോടിപ്പോയി. പക്ഷെ മറിയ മാത്രം പോയില്ല. യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിലും മറിയെ കാണാം, മത്തിലക്കടുത്ത് മറിയെ കാണാം. 3 മറിയമ്മ, ഒന്ന് യേശുവിന്റെ അമ്മ മറിയ, 2 യോഹന്നാന്റെ അല്ലെ ആ ബന്ധത്തിൽപ്പെട്ട മറിയ. നമുക്ക് ചോദിക്കാം, മറിയ പറയും, യേശുവിന്റെ അമ്മ പറയും, എന്റെ മോനാ ഈ കിടക്കുന്നേ. എന്നെന്താ മത്തിലക്കാരിക്ക് ബന്ധം എന്താ? അവള് പറയും, എന്റെ 7 ഭൂതങ്ങളെ പുറത്താക്കിയ ക്രിസ്തുവാ ഇവിടെ കിടക്കുന്നത്, എന്നെ വിടുവിച്ച യേശു ഇവിടെ കിടക്കുന്നേ. ഇന്ന് രാത്രി ചില മറിയമാരെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവാ. വ്യത്യസ്തമായ ദൈവ വെളിപ്പാടുമായി ചേർന്നൊരു സ്വതം പറഞ്ഞാട്ടെ. രക്തം, വചനം, ജയം. അപ്പൊ ഒടുക്കത്തെ ആദാം ദാവീദിന്റെ പുത്രൻ, 2ാം മനുഷ്യൻ സാക്ഷാൽ ദൈവത്തിന്റെ മകൻ. അപ്പൊ യേശുവിന്റെ 2 സ്വർഗാരോഹണം. 1ാമത്തെ സ്വർഗാരോഹണം യേശുവിന്റെ രഹസ്യ സ്വർഗാരോഹണം. 2ാമത്തെ സ്വർഗാരോഹണം യേശുവിന്റെ പരസ്യ സ്വർഗാരോഹണം. എവിടുന്ന്? 500 പാരം ശിഷ്യന്മാർ നോക്കി നിൽക്കെ യേശു കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അവൻ ദുഃഖത്തോടെ നിൽക്കുന്ന ഗലീല പുരുഷന്മാർ നോക്കിക്കൊണ്ട് അവൻ ദൂതന്മാർ പറയുന്നു, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ടുപോയ യേശു അവൻ പോയതുപോലെ മടങ്ങി വരും. അങ്ങനെയാണെങ്കിൽ യേശുവിന് 2 ജനനം ഉണ്ടായിരുന്നു. 1ാമത്തെ ജനനം യേശുവിന്റെ പരസ്യ ജനനം. എവിടെ ജനിച്ചു? ബേത്ലഹേമിൽ ജനിച്ചു അല്ലേ? അമേൻ. ഇടയന്മാർ വന്ന് യേശുവിനെ കണ്ടു. വിദ്വാൻമാർ വന്ന് പൊന്ന് മൂരി കുന്നിരിക്കാൻ കാഴ്ചവെച്ചു. ഹെരോദാവിന്റെ കൊട്ടാരത്തിലും അറിഞ്ഞു അവൻ യേശു ജനിച്ചു. യേശുവിന്റെ പരസ്യ ജനനം. യേശുവിന്റെ പരസ്യ ജനനത്തിൽ യേശു ആരായിരുന്നു? ദാവീദിന്റെ പുത്രൻ. ദാവീദിന്റെ പുത്രൻ. എന്നാൽ യേശുവിന് ഒരു രഹസ്യ ജനനം ഉണ്ടായിരുന്നു. എപ്പോൾ? 3ാം നാൾ യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നു, ഇവൻ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ ഇവനെ ജനിപ്പിച്ചിരിക്കുന്നു. അതിനെ ഉറപ്പിക്കുവാൻ റോമാലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ പുത്രനും വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവത്തിന്റെ പുത്രനെന്നും നിർണയിക്കപ്പെട്ടവനാൽ. അല്ലേ? ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുക. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ സങ്കീർത്തനം പറയുന്നു, ഇവൻ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ ഇവനെ ജനിപ്പിച്ചിരിക്കുന്നു. യേശു ആത്മാവിൽ ഉയർത്തെഴുന്നേറ്റപ്പോൾ യേശു ആരായി മാറി? സാക്ഷാൽ ദൈവത്തിന്റെ പുത്രൻ. എന്റെ കൂടുതലില്ല. അമ്മേൻ. ക്രൂശിൽ കിടക്കുന്ന ആരാ? ദാവീദിന്റെ പുത്രൻ. ക്രൂശിൽ കിടക്കുന്ന ആരാണ്? ആർക്ക് വേണ്ടിയിട്ട്? റോമർ 10:4 വിശ്വസിക്കുന്ന ഏവനും, യഹൂദനായാലും ജാതിയായാലും വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു പരസ്യമായി ക്രൂശിൽ കിടക്കുന്നു. ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തു സകല ജാതിക്കും വേണ്ടിയുള്ളതാണ്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ 2ാം മനുഷ്യൻ സകല ജാതിക്കും വേണ്ടിയുള്ളതല്ല, മറിച്ച് അവൻ സഭയുടെ തലയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ ദൈവാത്മ പറയുന്നു, സ്വത്രം, യേശുവിന്റെ 2ാമത്തെ ജനനത്തിൽ യേശു സാക്ഷാൽ ദൈവത്തിന്റെ പുത്രൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ജനനം ഉണ്ടായിരുന്നു. എന്റെ പേര് റെജി മാത്യു. മാത്യുവിന്റെ മകനായി ഞാൻ ജനിച്ചു. ഞാൻ ജഡത്തിൽ ജനിച്ചപ്പോൾ ഞാൻ മാത്യുവിന്റെ മകനായിരുന്നു. ഞാൻ ആത്മാവിൽ ജനിച്ചപ്പോൾ ഞാൻ ആരല്ല, ഞാൻ മാത്യുവിന്റെ മകനല്ല, ഞാൻ സാക്ഷാൽ ദൈവത്തിന്റെ മകൻ. എന്റെ ബർത്ത്ഡേ ഞാൻ ആഘോഷിക്കും, ഞാൻ കേക്ക് മുറിക്കും. ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഞാൻ ജഡത്തിൽ ജനിച്ച ദിവസമല്ല, അതിനേക്കാൾ എനിക്ക് വലുത് ഞാൻ ദൈവത്തിന്റെ മകനായ ദിവസമാ. ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്ന മുഴുവൻ വ്യക്തി നോക്കിക്കൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ.
ഞാൻ നിങ്ങളെ കേവലം ഒരു വിശ്വാസി എന്ന് വിളിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിങ്ങളെ വിളിക്കുന്നു ദൈവത്തിന്റെ മക്കൾ. അതുകൊണ്ട് യോഹന്നാൻ പറയുന്നത്, കാൺമീൻ, നാം ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ. നമ്മൾ ആരാ? ദൈവത്തിന്റെ മക്കൾ. ജഡം സംബന്ധിച്ച് എന്റെ അപ്പനും അവൻ ദേവദാസന്റെ അപ്പനും രണ്ടപ്പനാ. എന്നാൽ ആത്മാവ് സംബന്ധിച്ച് എന്റെ അപ്പനും ദാസന്റെ അപ്പനും ഒറ്റ അപ്പൻ. ഇത് രക്തബന്ധമാ, ഇത് രക്തബന്ധമാ. സന്തോഷമാണ് നിങ്ങൾക്ക്? സഭ രക്തബന്ധമാ, സഭ രക്തബന്ധമാണ്. ഇവിടെ വേർപാടുകളില്ല. അതാ ബൈബിൾ പറയുന്നത്, വേർപാടിന്റെ നടുച്ചുവരുകളെ ദൈവം ഇടിച്ചു കളഞ്ഞു. എല്ലാ വിവേചനങ്ങളും മാറട്ടെ. അതാണ് സഭ. എന്താണ് സഭയുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയത്? വിവേചനങ്ങൾ. ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. പണമുള്ളവനും പണമില്ലാത്തവനും, ജാതീയ ചിന്തകൾ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? സഭയുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി. ഇന്ന് രാത്രിയിൽ ദൈവാത്മ പറയുന്നു, സഭ ക്രിസ്തുവിൽ ഒന്നാണ്. അതാണ് ആരോഗ്യമുള്ള സഭ. ആരോഗ്യമുള്ള സഭ. ഇന്ന് രാത്രിയിൽ ഞാൻ സഭയോട് പ്രവചിക്കാം, നിങ്ങൾ ആരോഗ്യമുള്ള സഭയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നമുക്ക് ആരോഗ്യമുള്ള സഭയായി മാറാം. രക്തം, വചനം, ക്ഷയം. ഒന്നാമത്തെ തോട്ടം യേശുവിന്റെ കല്ലറ ഇരുന്ന തോട്ടം. രണ്ടാമത്തെ തോട്ടം, സ്തോത്രം ഹല്ലേലൂയ, ആമേൻ, ഏദൻ തോട്ടം. മൂന്നാമത്തെ തോട്ടം യേശു പ്രാർത്ഥിക്കുവാൻ പോയ തോട്ടം. ഞാൻ തോട്ടം ഒന്നുകൂടെ മാറ്റി പറയാം. ഒന്ന്, ആമേൻ, ഏദൻ തോട്ടം. രണ്ടാമത്തെ തോട്ടം യേശു പ്രാർത്ഥിക്കുവാൻ പോയ തോട്ടം, യോഹന്നാൻ 18:1. മൂന്നാമത്തെ തോട്ടം യേശുവിന്റെ ഉയർപ്പിന്റെ തോട്ടം. ഒന്നാമത്തെ തോട്ടം ആദാമിന്റെ പരാജയത്തിന്റെ തോട്ടമായിരുന്നെങ്കിൽ, മൂന്നാമത്തെ തോട്ടം ഒടുക്കത്തെ ആദമായ ക്രിസ്തു മരണമെന്തിന്റെ ജയം എവിടെന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. പരാജയത്തിന്റെയും ജയത്തിനും ഇടയിൽ ഒരു തോട്ടമുണ്ട് കേട്ടോ. ആ തോട്ടത്തിന്റെ പേരാണ് പ്രാർത്ഥനയുടെ തോട്ടം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, സ്തോത്രം, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പ്രാർത്ഥനയ്ക്കാ, അല്ലേ? പ്രാർത്ഥനയ്ക്കാ. എന്നാൽ അടിസ്ഥാന ഉപദേശം പഠിക്കുമ്പോൾ ഒന്നാം സ്ഥാനം മനസാന്തരം, രണ്ടാം സ്ഥാനം സ്നാനം, മൂന്നാം സ്ഥാനം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, 4 വേർപാട്, 5 അപ്പോസ്തലന്മാർ ഉപദേശത്തെ കേൾക്കുക, 6 അപ്പം നുറുക്ക് കൂട്ടായ്മ, 7 പ്രാർത്ഥന. ആരാ പ്രാർത്ഥിക്കണ്ടേ? മാനസാന്തരപ്പെട്ടവൻ. ആരാ സ്നാനപ്പെടേണ്ടത്? മാനസാന്തരപ്പെട്ടവൻ. മാനസാന്തരപ്പെടാത്തവൻ സ്നാനപ്പെട്ടത് കൊണ്ടാ സഭ പ്രശ്നമുണ്ടായത്. മാനസാന്തരപ്പെട്ടവൻ സ്നാനപ്പെട്ടപ്പോൾ അവൻ ആത്മാവിനെ പ്രാപിക്കാൻ കഴിയുന്നില്ല. അവൻ മാനസാന്തരപ്പെട്ടവൻ സ്നാനപ്പെട്ടാൽ അവൻ ആത്മാവിനെ പ്രാപിക്കും. ആത്മാവിനെ പ്രാപിച്ചാൽ അവന്റെ മാറ്റം, വേർപാടുണ്ടാകും, വിശുദ്ധ ജീവിതം. അപ്പൊ ഒന്നാമത്തെ ചെയ്യാതെ രണ്ടാമത്തെ കയറി ചെയ്തു, സ്നാനപ്പെട്ടു. അവിടെ എന്നാ പറ്റിയേ? അഭിഷേകവും ഇല്ല, വേർപാടും. അടുത്തെന്താ? അപ്പോസ്തലന്മാർ ഉപദേശന്മാർ എന്ത് ചെയ്യത്തില്ല? വകവെക്കത്തില്ല. ഇതെല്ലാം മാനസാന്തരപ്പെടാത്തോണ്ടാണേ. അടുത്തത് അപ്പം നുറുക്കുമില്ല, കൂട്ടായ്മയില്ല. 7ാമതുണ്ട് പ്രാർത്ഥന. നിന്ന് പ്രാർത്ഥിക്കും, ഭയങ്കര പ്രാർത്ഥനയാ, മാനസാന്തരവും ഇല്ല, വേർപാടുമില്ല. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, മാനസാന്തരപ്പെട്ടവൻ പ്രാർത്ഥിക്കട്ടെ. യേശു പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, അല്ലേ? യേശുവിന്റെ വേർപ്പ്, ആമേൻ, രക്തത്തുള്ളി പോലെ നിലത്തി വിടാൻ തുടങ്ങി. മരിച്ചാലും ഞാൻ കൂടെ കാണും, മരിച്ചാലും ഞാൻ മാറത്തില്ല എന്ന് പറഞ്ഞ പത്രോസ് ഇല്ല. എന്ന ദൈവാത്മ പറയുന്നു, ദൈവം തന്റെ ദൂതന്മാരെ അയച്ചു, യേശുവിനെ ശക്തിപ്പെടുത്തി. ഇന്ന് രാത്രിയിൽ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവർ കൂടെ കണ്ടില്ലെങ്കിലും, ആമേൻ, ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവം നമുക്ക് വേണ്ടി അയക്കും. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായപ്പോൾ പത്രോസിന്റെ പേര് വിളിച്ച് ചോദിക്കുന്നു, ശിമോനെ, ഇവരധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? എന്താ കാര്യം? ശിമോനാ പണ്ട് വാദം പഠിച്ചത്, മരിക്കാൻ ഞാൻ കൂടെ കാണും. 3 വട്ടം ചോദിച്ചു, അല്ലേ? 1-ാം വട്ടം ചോദിച്ചു, 2-ാം വട്ടം ചോദിച്ചു, 3-ാം വട്ടം ചോദിച്ചപ്പോൾ പത്രോസിന് മനസ്സിലായി. ദുഃഖത്തോടെ തല താഴ്ത്തിയപ്പോൾ താൻ കണ്ട കാഴ്ച, യേശുവിന് മുമ്പിൽ ഒരു തീക്കനൽ കത്തുന്നു. പത്രോസിന് മനസ്സിലായി, പണ്ടൊരു തീയുടെ മുമ്പിൽ ഞാൻ 3 വട്ടം യേശുവിനെ തള്ളി പറഞ്ഞു. ഒരു തീയുടെ മുമ്പിൽ വെച്ച് യേശു 3 വട്ടം ചോദിക്കുന്നു, ഇവരധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? തുറന്നു പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, എന്നാൽ നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. ഇന്ന് രാത്രിയിൽ നിന്റെ പരാജയങ്ങളെ ഓർക്കാതെ, നിന്റെ തോൽവികളെ ഓർക്കാതെ പുതിയതൊന്ന് ദൈവം നമ്മുടെ മേൽ പകരും. ഇന്ന് രാത്രി പത്രോസിനെ പറയാൻ മനസ്സുണ്ടോ? കർത്താവേ,
എല്ലാം നീ അറിയുന്നു. പ്രാർത്ഥിക്കാം, എല്ലാ കണ്ണുമടക്കാം. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. കർത്താവ്, എല്ലാം നീ അറിയുന്നു, എല്ലാം നീ അറിയുന്നു, എല്ലാം നീ അറിയുന്നു.